സുധിച്ചേട്ടൻ. ഇപ്പം നമ്മുടെ വീട്ടിൽ നിങ്ങൾ ഷൂട്ടൊക്കെ ഫിക്സ് ചെയ്തു എല്ലാം വെച്ചിരുന്ന സമയത്താണ് പെട്ടെന്ന് ഇത് അദ്ദേഹത്തിന്റെ മരണമൊക്കെ നിങ്ങൾ അറിയുന്നത്. അപ്പൊ കുറച്ച് സമയത്തേക്ക് നിങ്ങൾക്ക് ആ ഷൂട്ട് നിങ്ങൾക്ക് മാറ്റി വെക്കേണ്ടതായിട്ട് വന്നു. എങ്ങനെ തുടങ്ങും? നമ്മള് ഫസ്റ്റിലേക്ക് എല്ലാരും നിന്ന് കരയുമായിരുന്നു. നമ്മളെങ്ങനെ ആ ഫ്ലോറിൽ ഇങ്ങനെ നിന്നിട്ട് നമ്മള് അപ്പുറത്ത് എപ്പോഴും നമ്മൾ ഇങ്ങനെ നോക്കുമ്പോ കണ്ടോണ്ടിരുന്ന ഒരാള് ഇല്ല. ഇല്ല. അപ്പൊ നമുക്ക് തുടങ്ങാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. എല്ലാരും കരച്ചിലായിരുന്നു. ലക്ഷ്മി ചേച്ചി, എല്ലാ ആർട്ടിസ്റ്റുകളും ഫസ്റ്റ് മുതലേ ഠമാർപടാറ് മുതലേ കണ്ടിന്യൂസ് ആയിട്ട് അവിടെ ആ ഒരു ഫ്ലോറിൽ നിൽക്കാനുള്ള ഒരു ഭാഗ്യം ഉണ്ടായിട്ടുണ്ട്. അതെങ്ങനെ അങ്ങനെ നമ്മൾ നിന്നു അങ്ങനെ നമുക്കറിയില്ല. പിന്നെ പിന്നെ അവിടുത്തെ ഗെയിംസ് മൊത്തം പരീക്ഷിക്കാനും ചെയ്യാനും എന്തും തലകുത്തി നിൽക്കാനും വേണ്ടേ. അപ്പൊ ഐഷുവിന് തോന്നിയിരുന്നോ ഇത് എന്റെ അനു തന്നെ ഈ ഇതിൽ വിൻ ചെയ്യും? നമ്മുടെ കൂടെ ഇത്ര നാളും ഉണ്ടായിരുന്ന ഒരാളല്ലേ, തീർച്ചയായിട്ടും നമ്മൾ വിചാരിക്കും അവൾക്ക് തന്നെ കപ്പ് കിട്ടിയിരുന്നെ കൊള്ളായിരുന്നു എന്ന് നമ്മള് എന്തായാലും വിചാരിക്കും. അവൾ ഈ ഇടയ്ക്ക് കണ്ടപ്പോ പറഞ്ഞു, എന്റെ പൊന്നൈഷു നിന്നെ കൊണ്ടൊന്നും പറ്റത്തില്ല, അവിടെ ഒന്നും പോയേക്കല്ലേ, നിന്നെ കൊണ്ടും പറ്റത്തില്ല എന്നൊക്കെ അവൾ എന്നോട് ഇപ്പൊ കണ്ടപ്പോ പറഞ്ഞു. ആണോ? അത് പറഞ്ഞു, നിന്നെ കൊണ്ടൊന്നും നടക്കത്തില്ല ഐഷു അങ്ങനെ പറഞ്ഞു. രേണു ഫേസ് ചെയ്യണ ഓരോന്നൊക്കെ കാണുമ്പോൾ കാണാറുണ്ടല്ലോ എന്തൊക്കെ വിമർശനങ്ങൾ എവിടുന്നൊക്കെയാണ് ഓരോ രീതിയിലും. ഐശ്വന് എന്താ അത് തോന്നാറുള്ളത്? നമ്മള് ഇപ്പം അവരുടെ ഒരു പേഴ്സണൽ കാര്യം അങ്ങനെ പറയാൻ നമ്മൾ ആരുമല്ല. പക്ഷെ വർഷങ്ങളായിട്ട് നമ്മൾ കാണുന്ന ആളുകൾ തന്നെയാണ്. പിന്നെ ഇപ്പൊ എനിക്കൊക്കെ ഒരു നെഗറ്റീവ് കമന്റ് ഒരു ഇതൊക്കെ വന്നു കഴിഞ്ഞാൽ അവിടെ ഞാൻ വീണു, അയ്യോ തീർന്നു, അവിടെ തീർന്നു, ഞാനൊക്കെ അങ്ങനെയാണ്. പക്ഷെ ഇത്രയും നെഗറ്റീവ് ഇതൊക്കെ വന്നിട്ടും അങ്ങനെ ബോൾഡായിട്ട് അങ്ങനെ അതൊരു വലിയ കാര്യം തന്നെയാണ്. ഇഞ്ചി മൈ മീൽ പാർട്ട്ണർ. ബിഹൈൻഡ് ദ സീൻസിൽ ഇന്ന് എന്നോടൊപ്പം ഐശ്വര്യ. ഐശ്വര്യ എന്നുള്ള പേരിനെക്കാട്ടിലും എല്ലാവർക്കും കൂടുതൽ ഇഷ്ടം ഐശ്വര്യനെ വിളിക്കാൻ ഐഷു എന്നാണ് അല്ലേ? എല്ലാവരുടെയും ഐഷുക്കുട്ടിയാണ്, ഐഷു ആണ്. സ്നേഹത്തോടെ എല്ലാവരും അങ്ങനെയാണ് വിളിക്കാറുള്ളത്. ഐശ്വര്യക്ക് ഏത് പേരാ എല്ലാരും വിളിക്കുന്നത് കൂടുതൽ ഇഷ്ടം? ഐഷു. ഐഷു. അപ്പൊ ഒരു വല്ലാത്തൊരു യെസ്, ആ ഒരു ഫീല് വരും തീർച്ചയായിട്ടും അല്ലെ? അപ്പൊ ഞാനും ഐഷു തന്നെ വിളിക്കാം, അങ്ങനെ തന്നെ തുടങ്ങാം. ഐഷു 40ഓളം മേളില് സീരിയലുകൾ ചെയ്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു വളരെ കുഞ്ഞു കുട്ടിയായിരിക്കുമ്പോൾ മുതല് ബിഗ് സ്ക്രീനിലും മിനി സ്ക്രീനിലും ഒക്കെ ആയിട്ട് ഒരുപാട് ക്യാരക്ടേഴ്സ് എല്ലാം ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇത്ര അധികം സീരിയൽ ചെയ്തിട്ടുണ്ട് എന്ന് പറയുമ്പോഴും ഐഷു എന്നുള്ളൊരു പേര് കേൾക്കുമ്പോൾ എല്ലാവരും കൂടെ പറയുന്നത് സീരിയലുകളുടെ ഒന്നും കഥാപാത്രങ്ങളുടെ പേരോ ഒന്നും അല്ല, മറിച്ച് സ്റ്റാർ മാജിക് ആണ് അല്ലെ? അതിലൂടെ അത് കുറച്ച് നാളാണ് ചെയ്തതെങ്കിലും വെൻ കമ്പയർ ടു സീരിയലിന്റെ വെച്ച് കൗണ്ട് ചെയ്യുമ്പോൾ കുറച്ച് നാളാണെങ്കിൽ പോലും ആ ഒരു സ്പേസിൽ നിന്നും കിട്ടിയിരിക്കുന്ന ഫെയിം എന്ന് പറയണത് അത് ചില്ലറയല്ല. വലിയൊരു ഐഷുവിനെ ലോകത്തുള്ള എല്ലാവരും കൂടുതലായിട്ടും ഇഷ്ടപ്പെട്ടതും ഐഷുവായതും എല്ലാം സ്റ്റാർ മാജിക്കിലൂടെയാണ്. അതെ. സ്റ്റാർ മാജിക്കിന് മുന്നേ ഠമാർ പടാർ ഉണ്ടായിരുന്നു. ഠമാർ പടാർ മുതലേ അതിന്റെ ഫസ്റ്റ് മുതലേ ഉണ്ടായിരുന്നു. അപ്പം അവിടെ ചെന്നപ്പോഴാണ് തീർച്ചയായിട്ടും എല്ലാരും ഐഷു ഐഷു എന്നുള്ളത് എല്ലാരും അറിഞ്ഞതും സ്നേഹത്തോടെ എവിടെ വെച്ച് കണ്ടാലും വിളിക്കുന്നത്. അത് വലിയൊരു ദൈവാനുഗ്രഹം തന്നെയാണ്. പിന്നെ സീരിയലില് ചെയ്യുമ്പോ നമ്മുടെ പേരല്ലല്ലോ വിളിക്കുന്നത്, അതെ, ക്യാരക്ടർ നെയിം ആയിരിക്കുമല്ലോ വിളിക്കുന്നത്. അപ്പം അത് എപ്പോഴും ഒരു ഹൃദയത്തിൽ തട്ടി നിൽക്കുന്ന ഒരു കാര്യം തന്നെയാണ്. എങ്ങനെയാണ് ഈ ടമാർ പടാറിലേക്ക് അപ്പൊ ഈ സീരിയൽ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ഇതിനകത്തേക്ക്, കാരണം സീരിയലുകൾ എന്ന് പറയുമ്പോൾ അതിന് വേറൊരു രീതിയിൽ തന്നെ നിങ്ങൾ വർക്ക് ചെയ്യുന്ന അതിന്റെ പാറ്റേൺ ഒക്കെ തന്നെ ഡിഫറെന്റ് ആണ്. അങ്ങനെ ചെയ്തുകൊണ്ടിരുന്നപ്പോ തന്നെ പെട്ടെന്ന് അതങ്ങ് ലോക്ക് ചെയ്യേണ്ടി വരികയാണ് ഇതുപോലത്തെ ഒരു റിയാലിറ്റി ഷോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഷോസിലേക്ക് വരുമ്പം അല്ലെ? വേറെ തന്നെയാണ് പാറ്റേണും കാര്യങ്ങളും എല്ലാം. അപ്പൊ ആ ഒരു മാറ്റം ഐഷു എടുത്തത് അതെങ്ങനെയായിരുന്നു? ആക്ച്വലി നമ്മള് സീരിയൽ ചെയ്തോണ്ടിരുന്നപ്പോ തന്നെ രണ്ടും പോകുന്നുണ്ടായിരുന്നു. രണ്ടും സീരിയലും സ്റ്റാർ മാജിക് ഠമാർ പടാറും ഒന്നിച്ച് ചെയ്യാൻ ചെയ്യുന്നുണ്ടായിരുന്നു. പറ്റുന്നുണ്ടായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോ പതുക്കെ ശ്രദ്ധ മുഴുവനും ഇതിലേക്കായി. ഇതിലേക്കായി പോയി. ഓക്കെ. ഇതിലേക്കായി. പിന്നെ നമ്മളായിട്ട് ഡേറ്റ് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവണ്ടെന്ന് വിചാരിച്ച് പിന്നെ സീരിയൽ കുറഞ്ഞു. പിന്നെ ഞാൻ സീരിയൽ എടുക്കാതെ ആയി. ഫുൾ ടൈം ഇവിടെ ആയി. ഇതെന്ന് പറയുമ്പോ നമുക്കൊരു ഒരു ജോലിക്ക് പോവാ, വർക്ക് ചെയ്യാ, സ്ട്രെസ് അങ്ങനെ ഒന്നുമില്ല. നമ്മള് നമ്മുടെ ഒരു ഫാമിലി പോകുന്ന പോലെ നമ്മൾ വർക്ക് ചെയ്യാൻ പോകുന്നതാണ് ഇതുവരെ നമുക്ക് ആർക്കും തോന്നിയിട്ടില്ല. അവിടെ ചെല്ലുക, കളിക്കുക, ചിരിക്കുക, ഇത് തന്നെയാണ്.
അപ്പം അത് നമുക്ക് എപ്പോഴും ഭയങ്കര സ്പെഷ്യലാണ്. സീരിയൽ എന്ന് പറയുമ്പോൾ അത് നമ്മള് നേരത്തെ എല്ലാം നേരത്തെ എഴുന്നേൽക്കണം, റെഡി ആവണം, കറക്റ്റ് പഞ്ച്വലായിട്ട് ചെല്ലണം, അതൊക്കെ ഓക്കെയാണ്. ഉം. പക്ഷേ നമുക്കതൊരു വർക്കിംഗ് മോഡല്ല ഉം. എല്ലാം. ഉം. അങ്ങനെ. ഓക്കെ. അപ്പൊ ആ ഒരു ഫ്രീഡം ലൈഫ് അങ്ങ് എൻജോയ് ചെയ്യാൻ തുടങ്ങി ഈ ഒരു ടമാർ പടാറിലേക്ക് വന്നു കഴിഞ്ഞപ്പോ അല്ലേ? അതെ. അപ്പൊ ഏറ്റവും കൂടുതൽ പിന്നെ സീരിയലുകൾ വരുമ്പോൾ അത് വേണ്ട, ഇവിടെ തന്നെ നിന്നാ മതി, ഇതാണ് സുഖം എന്നുള്ളൊരു തോന്നലും ആ ഒരു എന്നാലും ഇവിടുത്തെ എന്തൊരു മെയിൻ ആയിട്ടുള്ള എന്തൊക്കെ ഫാക്ടേഴ്സ് ആയിരിക്കാം സീരിയലുകൾ? കാരണം ഇതുവരെ ചെയ്തതെല്ലാം എത്ര എത്ര സീരിയലുകൾ ചെയ്തു, എത്ര എത്ര ക്യാരക്ടേഴ്സ് ചെയ്തു അതെ, അല്ലേ? അതെ. അപ്പം അതൊക്കെ വേണ്ട എന്ന് പറഞ്ഞ് വെക്കണം എന്നുണ്ടെങ്കിൽ ഇവിടെ എന്തൊക്കെയായിരിക്കും അതുപോലെ അട്രാക്ട് അങ്ങനെ ചെയ്തിട്ടുണ്ടാവുക? വേണ്ടാന്ന് വെച്ചതല്ല. ഉം. നമ്മള് സീരിയല് ചെയ്യും. നമുക്കതിന്റെ പ്രഷറും കാര്യങ്ങളും ഉണ്ട്. ഉം. പിന്നെ ട്രാവലിംഗ് ഉം. നമ്മള് ട്രിവാൻഡ്രം വരെ പോണം. ട്രാവലിംഗ് പോണം. ഉം. അപ്പം നമുക്ക് പിന്നെ നല്ല നല്ല ക്യാരക്ടേഴ്സിന് വേണ്ടിയിട്ട് നമ്മള് ശരിക്കും വെയിറ്റ് ചെയ്തു, ഉം. നല്ല ക്യാരക്ടേഴ്സ് വരാൻ വേണ്ടി. ഉം. പക്ഷെ ഒന്നും അത് വേണ്ടാന്ന് വെച്ചതല്ല. ഉം. എങ്ങനെയൊക്കെയോ കറങ്ങി തിരിഞ്ഞ് ഇവിടെ തന്നെ സ്റ്റിക്ക് ചെയ്തൂന്ന് പറയാം. ഉം. എന്നുവെച്ചാ നമ്മള് പിന്നെ ഡേറ്റ് ക്ലാഷസ് വരുമല്ലോ. ഉം. അങ്ങനെ വരുമ്പോഴത്തേക്കും സീരിയല് ഫുൾ ടൈം നമ്മള് മിക്കവാറും ഇത്രയും ഷെഡ്യൂള് ഓൾമോസ്റ്റ് നമ്മളവിടെ ഉണ്ടാവണം. ഉം. പിന്നെ പിന്നെ അത് കുറഞ്ഞ് എന്താ അങ്ങനത്തെ ഡേറ്റ് പ്രശ്നമൊക്കെ വരാതിരിക്കാൻ വേണ്ടി പതുക്കെ എടുത്തില്ലാന്നും പറയാം. പക്ഷെ എനിക്ക് സീരിയല് അഭിനയിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് ആക്ട് ചെയ്യാനായിട്ട് ഉം. ഭയങ്കര ഇഷ്ടമാണ്. ദൈവം സഹായിച്ച് ഒരുപാട് സീരിയൽസ് ചെയ്യാൻ പറ്റി. ഉം. ഒരുപാട് നല്ല കഥാപാത്രങ്ങൾ ഉം. ചെയ്യാൻ പറ്റി. അതിലൊക്കെ നമുക്ക് എല്ലാവരുടെയും ഒരു സപ്പോർട്ടും ഒക്കെ ഉണ്ടായിരുന്നു. ഉം. പക്ഷെ അതും അതും വേറൊരു ഭയങ്കര ഒരു ഇഷ്ടം തന്നെയാണ് കേട്ടോ. അതങ്ങനെയല്ല പറഞ്ഞേ, ഇഷ്ടമാണ്. രണ്ടും നമുക്ക് ഈക്വലി ഇമ്പോർട്ടന്റ് തന്നെയായിരുന്നു. അപ്പൊ മിസ് ചെയ്തോ? ആഹ് ഞാൻ പറഞ്ഞു നമ്മളങ്ങനെ വേണ്ടാന്ന് വെച്ചല്ല. പക്ഷെ ഇവിടെ നമ്മള് വരുമ്പഴത്തേക്ക് നമുക്ക് അങ്ങനെ ഇതായിട്ട് തോന്നില്ല. ആ. പിന്നെ നമുക്ക് സീരിയൽന്ന് വരുമ്പോ നമുക്ക് പ്രഷറുണ്ടാവും. ഉം. കറക്റ്റ് ഒരുപാട് ടൈമും ഒത്തിരി ടൈമൊക്കെ എടുക്കും. രാവിലെ തൊട്ട് ചിലപ്പം രാത്രി വരെ അങ്ങനെ അല്ല ഇവിടെയോ രാവിലെ തൊട്ട് ഉം. രാത്രി തന്നെ ആയിരുന്നു. പക്ഷെ നമ്മള് കളിക്കുവാണല്ലോ. ആ. ഉം. അങ്ങനത്തെ ഡിഫറൻസ് ഒക്കെ ഉണ്ടായിരുന്നു. ഉണ്ടായിരുന്നു. അപ്പൊ ഇവിടെ ഇതിലായിട്ട് അങ്ങ് ഫുൾ ടമാർ പടാർ മുതൽ ഇങ്ങനെ നിന്നപ്പോ ഉം. പിന്നീട് അങ്ങ് സ്റ്റാർ മാജിക്കിലേക്ക് വന്നു. അപ്പൊ പിന്നെ ആ സമയങ്ങളിലൊന്നും പിന്നെ സീരിയലുകൾ കമ്മിറ്റ് ചെയ്തിട്ടില്ല. ഇല്ല. അപ്പൊ ആ സമയങ്ങളിൽ എപ്പോഴെങ്കിലും ഈ പറയുന്ന പോലെ അഭിനയം ഇഷ്ടമായിരുന്ന ഐഷുവിന് അത് മിസ് ചെയ്തിട്ടുണ്ടോ? അങ്ങനെ അങ്ങനെയല്ല ചേച്ചി. നമുക്ക് ആഹ് നല്ലൊരു നല്ലൊരു ക്യാരക്ടർ വന്നിട്ട് ചെയ്യുമ്പഴാണ് നമുക്ക് ഓക്കെ ഇതും കൂടെ നമുക്ക് ചെയ്യണം. ചെയ്യാം. ഓക്കെ. ഓ ഉം. എന്നൊരിത് വരുന്നത്. ഞാൻ ചെയ്തതൊക്കെ നോർമൽ ക്യാരക്ടേഴ്സ് ആയിരുന്നു. ഉം. അപ്പം പിന്നെ പിന്നെ നമുക്ക് നല്ല ഓഫേഴ്സിന് വേണ്ടി വെയിറ്റ് ചെയ്ത് പിന്നെ ആരും അങ്ങോട്ട് വിളിക്കാതെ വന്നപ്പം ഞാനിങ്ങനെ ആ, ഇവിടെ തന്നെ ഇവിടെ അങ്ങ്. ഓ. നമ്മളിവിടെ ഓ. അങ്ങനെ എ, വിളിക്കാതെ വന്നൂന്ന് പറഞ്ഞാ നല്ല ക്യാരക്ടേഴ്സിന് പിന്നെ വന്നില്ല. എല്ലാ ക്യാരക്ടേഴ്സിനും വിളിക്കുമ്പോ അങ്ങനെ ഞാൻ പോയി ചെയ്തില്ല. ഉം. അത് ശരിയാണ്. ഓക്കെ. പിന്നീട് ഇതിവിടെ അങ്ങ് സെറ്റായി. ഭയങ്കര സെറ്റ്. അതിനുശേഷം സ്റ്റാർ ഇവിടെയൊക്കെ എപ്പഴും ഡേറ്റ് മാജിക്കിലൂടെയായി. ഇട്ടിരുന്നു. പിന്നെ ഒരു എപ്പിസോഡ് കഴിഞ്ഞാ പിന്നെ മനുഷ്യന് എണീച്ച് നിക്കാൻ വയ്യ. ആ. പിന്നെ ഞാൻ എങ്ങനെ പോയി അടുത്ത ഡേറ്റ് അവിടെ ചെയ്യും. പോയി ചെയ്യും. ഉം. അങ്ങനെ. അപ്പൊ അങ്ങനെ പിന്നെ സ്റ്റാർ മാജിക് വന്നു. അത് പിന്നെ എത്ര എപ്പിസോഡുകളിലായി അതെ. അല്ലേ? കൗണ്ട് ചെയ്തിട്ടുണ്ടോ? കൗണ്ട് ചെയ്തിട്ടില്ല. കൗണ്ട് ചെയ്തിട്ടില്ല. വർഷങ്ങളല്ലേ. അതെ. നമുക്ക് 7, 7.5 വർഷത്തോളം അതെ. അങ്ങനെ അവിടെ നിന്നു. നിന്നു. അതെ. അതോടെ അത് അത് തന്ന ഒരു ഫെയിമും അത് തന്ന സന്തോഷം അത് ശരിക്കും യേശുവിന്റെ ആയുസ്സ് തന്നെ കൂട്ടിയിട്ടുണ്ടാവും ഉറപ്പായിട്ടും. കാരണം തീർച്ചയായിട്ടും. അവിടെ എത്തിക്കഴിഞ്ഞാൽ ഉണ്ടാകുന്ന നിങ്ങളുടെ ഒരു ലോകം എന്ന് പറയുന്നത് ശരിക്കും ഒരു വേറൊരു നിങ്ങൾക്ക് വീട് തന്നെയാണത്. അതെ. നമ്മള് ഡേറ്റ് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്നു. എന്നാണ് എല്ലാരും എന്നാണ് കാണുന്നത്? ആ. നമുക്ക് ഭയങ്കര വെയിറ്റിംഗ് ആയിരുന്നു. പിന്നെ നമ്മളവിടെ പോയ കളിയും ചിരിയും ചെല്ലുമ്പഴേ ഇവൻ നമ്മളവിടെ കാലെടുത്ത് വെച്ച് പെട്ടിയൊക്കെ എടുത്ത് നമ്മള് റൂമിൽ ചെല്ലുമ്പോ തൊട്ടേ എല്ലാരും ഓരോരുത്തരും ഇനി ആരാ വരുന്നേ? ആ. ഇനി ആരാ വരുന്നേ? ഓരോരുത്തരും വന്ന് വന്ന് പിന്നെ കളിയും ചിരിയും ബഹളം മേക്കപ്പ് റൂമിലായാലും ചേട്ടന്മാരും നമ്മളെല്ലാരും ഒരുമിച്ചായിരിക്കും മേക്കപ്പ് ഒക്കെ ചെയ്യുന്നത്. ഉം. അന്നേരം അവരുടെയൊക്കെ ശരിക്കും പറഞ്ഞാ നിങ്ങള് സ്ക്രീനിൽ കാണുന്നതല്ല. അതിന്റെ അപ്പുറത്ത് വേറെ ഒരു ചിരിയും കളിയും വലിയൊരു സെക്ഷനുണ്ട്. ഉണ്ട്. ആ, ഓക്കെ. നമ്മളെല്ലാരും കൂടെ കൂടുമ്പം അല്ലെങ്കിൽ ഗെയിമിന്റെ ആ ഗ്യാപ്പില് ആ. സെറ്റിങ്ങിന്റെ ടൈമില് ഉം. അപ്പോഴൊക്കെ അയ്യോ അതൊക്കെ അത് ഒന്നല്ല എത്ര എപ്പിസോഡ് ആക്കാൻ പറ്റുംന്ന് അറിയാമോ? അങ്ങനെ. അത്രയും അധികം എൻജോയ് ചെയ്ത് അതെ. അതെങ്ങനെ എൻജോയ് ചെയ്ത് പോയിട്ടുണ്ട് ശരി, അല്ലേ? ശരി. ശരി. അപ്പം നമുക്ക് സ്റ്റാർ മാജിക്കിലേക്ക് കൂടുതലായിട്ട് അതിന്റെ വിശേഷങ്ങളിലേക്കൊക്കെ എത്താം. അതിന് തൊട്ട് മുമ്പേ സിനിമയിൽ തന്നെ തുടങ്ങിയ സമയത്ത് തന്നെ ബിഗ് സ്ക്രീനിൽ തുടങ്ങുമ്പോൾ തന്നെ ഫസ്റ്റ് ജയറാമേട്ടന്റെ മോളായിട്ടായിരുന്നു അല്ലേ? അതെ. പൗരൻ അല്ലേ? ആ, ആ സിനിമ. ജയറാമേട്ടന്റെ മോളല്ല. ആ. അതില് ഗീതു മോഹൻദാസ് ആ. ഉണ്ടായിരുന്നു. ഗീതു മോഹൻദാസിന്റെ ചെറുപ്പം ചെയ്തു. പൗരൻ എന്ന് പറഞ്ഞ ഓ. സിനിമയില്. ഓ. ചെറുപ്പമാണ് ചെയ്തത്. അവരുടെ ചെറുപ്പമാണ്. മോളായിട്ടല്ല. അല്ല, അല്ല, അല്ല. ഓക്കെ. അല്ല. ഉം. അത് ചെയ്തു. ആ. അപ്പം അത് അന്ന് ഞാൻ തീരെ ചെറുതാണ്. ഉം. കുറച്ച് ചെറുതാണ്. 4ലോ 5 ആ ടൈം എന്തോ ആണ്. ഓക്കെ. അപ്പോ നേരെ സ്കൂളീന്ന് നേരെ പോയി ഉം. അച്ഛൻ പിടിച്ചോണ്ട് വന്ന് സത്യം പറഞ്ഞാ അച്ഛന്റെ
ഇഷ്ടം ആയിരുന്നു ആക്ട് ചെയ്യണം, ഫിലിമിൽ അഭിനയിക്കണം എന്നുള്ളത്. ആണോ? അച്ഛനും കുറച്ച് സിനിമയിലൊക്കെ അതെ, അഭിനയിച്ചിട്ടുണ്ട്. അഭിനയിച്ചിട്ടുണ്ടല്ലോ. നിങ്ങൾ ഒരുമിച്ചും ആ അഭിനയിച്ചിട്ടുണ്ടല്ലോ. ഉണ്ട്. അയ്യോ എല്ലാം അറിയാം. അതെ, അതെ. ഓക്കെ. അതെ, അതൊക്കെ എന്തൊരു ഭാഗ്യമായിട്ടുള്ള എത്ര പേർക്കുണ്ടാവും അച്ഛനും അതെ അതെ. മകൾക്കും കൂടെ ഒക്കെ ഒരുമിച്ച് ഇങ്ങനെ ഞങ്ങളൊരു അഭിനയിക്കാൻ പറ്റുക. സീരിയലില് ഒരു സീനില് ഞങ്ങള് അച്ഛൻ ഡോക്ടറും ഡോക്ടറായിട്ടും ഞാൻ ഇവിടെയും ജൂനിയർ ഡോക്ടറായിട്ട്. ഡോക്ടറായിട്ടും ആ. ചെയ്തു, വർക്ക് ചെയ്തു. അപ്പൊ ആ സമയത്ത് ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഡയലോഗ് നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പറയുമ്പോൾ തെറ്റിപ്പോവുകയോ? ആ, ഏ? ഇങ്ങനെ പറയണേ, ആ, ഇങ്ങനെ ചെയ്യണേ അച്ഛാ, ഇത് ചെയ്യണേ, ആ, ഇത് പറഞ്ഞിട്ട് അങ്ങനെ അങ്ങനെ നമ്മള് അപ്പൊ നമുക്കൊരു അയ്യോ അച്ഛന്റെ കൂടെ ഇങ്ങനെ നിന്നാണല്ലോ ഈശ്വര, എത്ര അച്ഛന്റെ ഭയങ്കര ഒരു ആഗ്രഹമായിരുന്നു. ഗുരുശിഷ്യൻ എന്നൊക്കെ പറഞ്ഞ ഉം, സിനിമയിലൊക്കെ അച്ഛൻ ആക്ട് ചെയ്തിട്ടുണ്ട്. ആ, അപ്പം അന്ന് അച്ഛൻ ചെറുപ്പമാണ്. ഉം. പിന്നെ ഞങ്ങളായി, പ്രാരാബ്ധമായി, ഓ, എല്ലാം ആയി കഴിഞ്ഞത്തേക്കും പതുക്കെ അച്ഛന്റെ ആ ഒരു അഭിനയം അങ്ങ്. അഭിനയം നിർത്തേണ്ടി വന്നു. ഓക്കെ. പിന്നെ പിന്നെ അച്ഛൻ എന്നെ കൊണ്ട് ഒരുപാട് ഇങ്ങനെ കുറെ പേര്, കുഞ്ഞായിരുന്നു അന്ന്, ബേബി ആർട്ടിസ്റ്റ് ആയിരുന്നു, ഒത്തിരി സ്ഥലത്ത് പോയിട്ടുണ്ട്. അപ്പൊ ഓരോ അച്ഛൻ ഓഡിഷനും അറിയാവുന്നവരോടൊക്കെ. ഒക്കെ അച്ഛനാണോ ഫോട്ടോസ് അയച്ചു കൊടുക്കുക? അതെ 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 അതെ. ആഹാ. അച്ഛനും അമ്മയും ഫുൾ ടൈം എൻ്റെ പുറകെ ഉണ്ടായിരുന്നു. അച്ഛനാണ് ഇങ്ങനെ പരിചയമുള്ളവരോട് പറയും, ആ, മോളിങ്ങനെ ഇൻട്രസ്റ്റഡ് ആണ് ആക്ട് ചെയ്യാനായിട്ട്. പിന്നെ ഫോട്ടോയൊക്കെ നമ്മുടെ ഈ അന്ന് മുഖചിത്രം, ആ. പിന്നെ ചെറിയത് ഇങ്ങനെ ഈ മാഗസീൻസിലൊക്കെ ഫോട്ടോസൊക്കെ ഉം, വെക്കുമല്ലോ, ഉം. അതൊക്കെ അച്ഛൻ അങ്ങനെ എല്ലാം ചെയ്തിട്ടുണ്ട്. ഇപ്പോഴും അതൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അച്ഛൻ അപ്പൊ അമ്മയ്ക്ക് ഇതിനോട് ഇത്രത്തധികം താല്പര്യം പിന്നെ ഉണ്ടായിരുന്നോ? അമ്മയ്ക്കുണ്ട്, ഉണ്ട്. രണ്ടുപേർക്കും ഇഷ്ടമാണ്. പക്ഷെ അച്ഛന് ആക്ട് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു, അഭിനയിക്കാൻ വേണ്ടി കുറേ സ്ഥലത്ത് കുറേ ഇങ്ങനെ അപ്പൊ നടന്നിട്ടുണ്ട്. അച്ഛന് ആശകളായിരം കാണിച്ചു കൊടുത്തോ? കണ്ടോ? ഇല്ല, അത് കണ്ടില്ല. അയ്യോ, അത് കാണണം. ആ, അപ്പൊ നിങ്ങൾ ആ മൂവി എന്തായാലും കാണണം. ഓക്കെ ഇത്രയും ഓക്കെ. ഇൻട്രസ്റ്റ് ഉള്ള അച്ഛനും എന്നിട്ട് മോളും കൂടെ ഉള്ളപ്പോ അപ്പൊ നിങ്ങൾ തീർച്ചയായിട്ടും കാണണം ആ മൂവി. ഓക്കെ ഓക്കെ. നിങ്ങളുടെ പോലെ കുറെ കാര്യങ്ങൾ അച്ഛൻ അതിനകത്ത് അതെ. ഇതുണ്ടാവും, റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ആ, പോലത്തെ. ഓക്കെ. അപ്പം ചെറുപ്പം മുതലേ ഇങ്ങനെ നമ്മളെ കൊണ്ട് നടക്കുമായിരുന്നു. ഉം, അപ്പം കുറേ ഫോട്ടോസ് അയക്കുക, അന്നൊക്കെ ഫോട്ടോ അയച്ചു ഉം, കൊടുക്കില്ലല്ലോ, അങ്ങനെ ചെയ്യുക. പിന്നെ ആ, അച്ഛൻ അഭിനയം പതുക്കെ സ്റ്റോപ്പ് ചെയ്യേണ്ടി വന്നു. ഉം. ജോലിയും കാര്യങ്ങളൊക്കെ ആ, ഇങ്ങനെ നടക്കുമ്പം ജീവിതത്തിന്റെ വേറൊരു സ്റ്റേജിലേക്ക് എത്തിയപ്പോൾ എത്തിയപ്പോ. അച്ഛന് ഇതിലേക്ക് അങ്ങ് ശ്രദ്ധിക്കേണ്ടി വന്നു. അതെ. ഓക്കെ. പിന്നെയാണ് എന്നെ വെച്ചിട്ട് പിന്നെ സീരിയലിലേക്കായി. കൊച്ചിലേ മുതലേ കുറേ സീരിയൽസ് കുഞ്ഞിലേ ഒക്കെ ചെയ്തു. ഓർമ്മയുണ്ടോ എത്ര വയസ്സിൽ ആദ്യമായിട്ടൊരു ക്യാമറയുടെ ആഹ് മുന്നില്? 4 വയസ്സ്, 3 1/2 4 വയസ്സുള്ളപ്പോഴാണ് ഞാൻ ആണോ? ആദ്യം എന്തായിരുന്നു? ബീന, ഫോട്ടോഷൂട്ട് ആണോ? അല്ലല്ലല്ല. ബീന ചേച്ചിയുടെ ആ സീരിയലില് മോളായിട്ട് അഭിനയിച്ചത് മോളായിട്ട് അഭിനയിച്ചത്. 4 വയസ്സുള്ളപ്പം. അതെ, അന്ന് അത് ഉടുപ്പൊന്നും ഇടാതെ. തുടക്കാണ്. യെസ്, അന്ന് ഉടുപ്പൊന്നും ഇടാതെ ഒരു പപ്പിച്ചൊട്ടി ഒന്ന് കുളിക്കുന്നു. ആ, വെളുത്തയമ്പലത്തി എന്ന് പറഞ്ഞിട്ടൊരു സീരിയലായിരുന്നു. ആ. അതില് ചെയ്തു. ഓ, അതാണ് തുടക്കം. അതിന് മുന്നേ സുധാകൃത്ത്. ഫോട്ടോഷൂട്ട് അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല. ഫോട്ടോഷൂട്ട്സ് അങ്ങനെയൊക്കെ കുറവായിരുന്നു. ആ, അങ്ങനെയൊന്നും അധികം ചെയ്തിട്ടില്ല. ചെയ്തിട്ടില്ല. പിന്നെ ആഡുകളൊക്കെ ചെയ്തിട്ടുണ്ട്. ഉം. ഇന്ദ്രനീലി എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഹെയർ ഓയിലിന്റെ ഒക്കെ. ആ, അന്നും ചെറുതാണ്. ഉം. ഞാൻ കറക്റ്റ് ശരിക്കും ചെറിയൊരു ഓർമ്മയേ ഉള്ളൂ എനിക്ക്. ആ. ആ, അപ്പൊ അതിലൊക്കെ അച്ഛന് ഒത്തിരി സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നു ഇൻഡസ്ട്രിയില്. ഉം. കാര്യം അച്ഛൻ ഇങ്ങനെ നടന്നപ്പം ഓപ്പർച്യൂണിറ്റിക്ക് വേണ്ടി ആ നടന്നിട്ടുള്ളത് കൊണ്ട് ഉണ്ട് അച്ഛന് ഒരുപാട് കണക്ഷൻസ് ഉണ്ട് ഉള്ളത് കൊണ്ട്. അവരോടൊക്കെ പറഞ്ഞിട്ടുണ്ട്. ആ. പിന്നെ അപ്പൊ അങ്ങനെ ഐഷുവിനെ സംബന്ധിച്ച് ഇൻഡസ്ട്രിയിലേക്കുള്ള ഒരു എൻട്രൻസ് എന്ന് പറയുന്നത് അതുകൊണ്ട് വളരെ ഈസി ആയിരുന്നു അല്ലെ? അച്ഛന്റെ കണക്ഷൻസ് ത്രൂ തന്നെ ആ പെട്ടെന്ന് അങ്ങനെ കിട്ടി. അത് പിന്നീട് അവിടുന്ന് പിന്നെ ബാക്ക് ടു ബാക്ക് ഓരോരോ ഓപ്പർച്യൂണിറ്റീസുകൾ വന്നു. ആ, അതിനുശേഷം നോക്കിക്കഴിഞ്ഞാൽ ഈ കുഞ്ഞു മോള് തന്നെയാണോ എന്ന് തോന്നും. കുറച്ചും കൂടെ വലുതായി കഴിഞ്ഞപ്പോഴത്തേക്ക് വേറൊരു സീരിയൽ ഞങ്ങൾ കണ്ടപ്പോൾ നായികയുടെ സിസ്റ്ററായിട്ട് ആ, ഒരു ആർത്തിപ്പണ്ടാരം, ആ, ഒരു കോമഡിയൊക്കെ ഇങ്ങനെ പറയുന്ന അതെ വേറെ തന്നെ വേറിട്ടൊരു മുഖമായിരുന്നു അവിടെ ഐഷുവിന്റെ കണ്ടിരുന്നത്. അതെ. അത്തരത്തിലുള്ളൊരു ക്യാരക്ടർ. അത് ചേച്ചി ആക്ച്വലി ഞാൻ നിലവിളക്ക് എന്ന് പറഞ്ഞിട്ടുള്ളൊരു സീരിയൽ ചെയ്തിരുന്നു, ഉം, പുരുഷോത്തമൻ സാറിന്റെ. ഉം, ഗുരുസ്ഥാനത്ത് കാണുന്ന ഒരു വ്യക്തിയാണ്. അപ്പം ഉം. സാറിന്റെ സീരിയലായിരുന്നു ചെയ്തിരുന്നത്. അന്ന് ഞാൻ സാരിയൊക്കെ ഉടുത്ത്, അന്ന് ഞാൻ 10 പഠിക്കുക, ആ, സാരിയൊക്കെ ഉടുത്ത് കല്യാണം കഴിച്ച് വലിയൊരു കുട്ടിയായിട്ടാണ് അതിൽ ആക്ട് ചെയ്തത്. അഭിനയിക്കുന്നത്. അതെ. അത് കഴിഞ്ഞിട്ടാണ് സാറ് വേറെ ഒരു സീരിയലും കൂടെ ചെയ്തു, അതിലും നല്ലൊരു ക്യാരക്ടർ തന്നെ ഉം. ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് അത് ഇളം തെന്നൽ പോലെ, അത് കഴിഞ്ഞിട്ടാണ് ഭാഗ്യലക്ഷ്മി എന്ന് പറഞ്ഞിട്ടുള്ള സീരിയലില് സീരിയല് വന്നു ഈ ക്യാരക്ടർ ചെയ്തത്. ചെയ്തത്. അപ്പം അതെനിക്ക് വല്ലാതൊരു നല്ല അടിപൊളി ഒരു ക്യാരക്ടറായിരുന്നു. ആ. അത് എനിക്കൊരു എന്താ അപ്പം ഇങ്ങനെ ചെയ്യണം, അതിങ്ങനെ ചെയ്യണം, നോർമൽ ഒരു ക്യാരക്ടർ അല്ല. ചെറുതായിട്ടൊരു ലൂസൊക്കെയുള്ള ഉം, ഒരു ഭയങ്കര ആർത്തിപ്പണ്ടാരമായിട്ടുള്ള എപ്പോഴും ഫുഡെന്ന് പറഞ്ഞ് നടക്കുന്ന, എന്നാൽ അത്യാവശ്യം കാര്യത്തിനൊക്കെ ഇതുമുണ്ട്, ഉം, എന്നാൽ ഒരു ഒരു ഉം, പൊട്ടത്തി അങ്ങനത്തെ ഒരു ക്യാരക്ടറായിരുന്നു. ഉം. അതെനിക്ക് നല്ല ഇഷ്ടമുള്ളൊരു ഇഷ്ടപ്പെട്ടു. ക്യാരക്ടറായിരുന്നു. എൻജോയ് ചെയ്ത് ചെയ്തൊരു തീർച്ചയായിട്ടും. അതെ ക്യാരക്ടറാണ് അതെ. അല്ലേ? അങ്ങനെയൊക്കെ നമ്മൾ കണ്ടിരുന്ന് കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് നമ്മളെ വെറുപ്പിക്കുന്ന പോലത്തെ ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള ഒരു വില്ലത്തിയായിട്ട് പിന്നീട് ആ വന്നു. ആ അപ്പൊ അങ്ങനെ സാധാരണ എത്ര പേർക്ക് സീരിയലുകളിൽ ഇങ്ങനെ വേറിട്ട കഥാപാത്രങ്ങൾ കിട്ടും? സിനിമകളിലൊക്കെയാണ് പലരും ക്യാരക്ടർ റോൾ ചെയ്യുന്നവരിങ്ങനെ പറഞ്ഞു കേൾക്കാറുള്ളതും നമ്മൾ കാണാറുള്ളതും. സീരിയലുകളിൽ എപ്പോഴും കരയുന്ന ദുഃഖപുത്രിയായിട്ടും അല്ലെങ്കിൽ അധികം ഒന്നും ഒരു ഒരു ടൈപ്പ് കാസ്റ്റ് ചെയ്ത് പോവുകയായിരിക്കും കൂടുതലായിട്ടും ചെയ്യുക.
എനിക്ക് തോന്നുന്നു ഐഷുവിന് കിട്ടിയ പോലത്തെ ഒരു ഓപ്പർച്യൂണിറ്റി ഓരോരോ കഥാപാത്രങ്ങളിൽ നിന്ന് മാറുമ്പോഴും എന്ത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള എക്സ്പീരിയൻസ് ആണ് ഓരോ കഥാപാത്രങ്ങളിലൂടെ ഐഷുവിന് കിട്ടിയിട്ടുണ്ടാവുക അല്ലേ? ദൈവാനുഗ്രഹം. അത് എല്ലാം എല്ലാം കുറച്ച് വെറൈറ്റി ക്യാരക്ടേഴ്സ് തന്നെ എനിക്ക് അതെ. ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. വീട്ടിലിരിക്കുമ്പോ പോലും നിങ്ങൾ പറയാറുണ്ടായിരുന്നില്ലേ? നമുക്ക് ഒരുമിച്ചൊരു സിനിമ അഭിനയിക്കണം. ഉം. നീ മോളായിട്ട് ഞാൻ അച്ഛനായിട്ടെന്നോ അങ്ങനെയൊക്കെ നിങ്ങൾ അങ്ങനെ മാനിഫെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നോ? അത് ഇപ്പോഴും പറയും. ആണോ? അത് ഇപ്പോഴും പറയും. നമുക്ക് നമുക്ക് ഒരുമിച്ചൊരു സിനിമയിൽ അഭിനയിക്കാൻ പറ്റുമായിരിക്കും. എന്താ വെച്ചാ പണ്ട് പറഞ്ഞു തുടങ്ങിയതാ. ആ. ഇപ്പോഴും ഇപ്പഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. പറഞ്ഞോണ്ടിരിക്കാണ്. അപ്പൊ ഞങ്ങൾ അങ്ങനെ നടക്കും. പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അത് നടക്കും. അങ്ങനെയല്ലേ പറയാ. അതെ. നമ്മള് കുറേ നാള് അത് തന്നെ ആ, ചിന്തിച്ചാൽ അത് സംഭവിക്കും. അതെ, അതെ. അപ്പൊ പക്ഷെ അച്ഛൻ ഹാപ്പിയാണ്. ആ. എന്ന് വെച്ചാല് ഇത്രയൊക്കെ ആണെങ്കിലും നമ്മള് ഒന്നുമല്ല ഉം. എങ്കിൽ പോലും ഒരു 10 പേരെങ്കിലും അറിയുന്ന ഇതില് എത്തിയതില് എത്തിയല്ലോ. അച്ഛൻ അതില് ഭയങ്കര ഹാപ്പിയാണ്. സന്തോഷാണ്. അമ്മയും അവര് രണ്ടുപേരും ആണ് എന്നെ എല്ലാ രീതിയിലും നമ്മളെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്നത്. അത് ഉം. നമുക്ക് എത്ര പറഞ്ഞാലും മതിയാവില്ല. അന്നത്തെ ആ കാലത്തൊക്കെ അവരുടെ ജോലി പോലും നോക്കാതെയാണ് നമ്മുടെ പുറകേ നടന്ന് എല്ലാത്തിനും നടന്നുകൊണ്ടിരുന്നത്. ഇപ്പം കോമ്പറ്റീഷൻ ആയാലും പറഞ്ഞ പോലെ എത്ര എക്സ്പെൻസ് ആയിരുന്നു അന്നൊക്കെ. അതെ. പിന്നെയാണ് ഓർക്കസ്ട്ര. അന്നൊക്കെ പണ്ട് ഓർക്കസ്ട്ര ഉണ്ടായിരുന്നു. അതെ. അത് പക്കമേളം. കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ ഓർക്കസ്ട്രയൊക്കെ വേണ്ട. പിന്നെ സിഡി ഭാഗ്യം മതീന്നായി. എന്തോ സിഡിയിലേക്കായി. ആയി. അന്നേരം പിന്നെ രക്ഷപ്പെട്ടു. പക്ഷെ ആദ്യമേ കുഞ്ഞിലെയൊക്കെ ഓർക്കസ്ട്രയും കൊണ്ടൊക്കെ കളിക്കുമ്പം നമുക്ക് ഭയങ്കര എക്സ്പെൻസ് ആണ്. അതെ. അതെല്ലാം അവര് എന്നാലും കുഴപ്പമില്ല. എന്തായാലും കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് എല്ലാ വർഷവും നമ്മൾ ഇറങ്ങും. ഇറങ്ങുമായിരുന്നു. ഇറങ്ങും. എന്റെ അമ്മയും പറയും, "എത്ര പവൻ വാങ്ങാനുള്ള പൈസ അതെ. ഓരോ പവനൊക്കെ എനിക്ക് വേണ്ടി കൊണ്ട് കളഞ്ഞിട്ടുണ്ട്. എല്ലാം പണയം വെച്ചിട്ടൊക്കെ നമ്മള് പോയിട്ടുണ്ട്." പിന്നെ പോയിട്ടുണ്ട്. അതെ. അത്രയ്ക്ക് അന്ന് ഇഷ്ടമായിരുന്നു. അതൊക്കെ ഇപ്പൊ ഉണ്ടായിരുന്ന എത്ര പവൻ. പവനുണ്ടായേനെ. അല്ല ഡാൻസ് എന്ന് പറഞ്ഞാൽ അങ്ങനെയാണല്ലോ. അതെ. ഭയങ്കര എക്സ്പെൻസീവ് ആണ്. ആ. കാണുമ്പോ നല്ല ചന്തമാണ്. പക്ഷെ അതിന്റെ പിന്നിൽ അത്രയും ഇതായിട്ട് നിൽക്കണം എന്നുണ്ടെങ്കിൽ ഡെയിലി വളരെ കൊണ്ടുപോയി എക്സ്പെൻസീവ് ആണ്. എല്ലാ സാറ്റർഡേയും സൺഡേയും ഡെയിലി കൊണ്ടുപോകും. ഉം. രാവിലെ ഒരു 10 മണി തൊട്ട് വൈകുന്നേരം വരെ ഉം. നമ്മള് അമ്മ എൻ്റെ കൂടെ വന്നിരിക്കും. ഫുൾ ടൈം അവിടെ വന്നിരിക്കും. ഇപ്പൊ ഡാൻസ് ചെയ്യുമ്പോ പിന്നെ പാട്ട് അങ്ങനെ നമുക്ക് അവിടെ ലൈബ്രറി ഉണ്ടായിരുന്നു. ഉം. അവിടെയാണ് നമ്മള് ആം, ബാലഭവൻ. എനിക്കറിയാം ആ ബാലഭവനിലല്ലേ. അതെ. അവിടെയാണ് രാവിലെ ഇറങ്ങും. 10 മണി തൊട്ട് രാവിലെ വൈകിട്ട് 5 മണി വരെ അവിടെ അവിടെ കാണും. ആയിരിക്കും. പിന്നെ കുറച്ച് വലുതായി കഴിഞ്ഞപ്പോഴും കോമ്പറ്റീഷൻ സ്റ്റേറ്റ് ലെവലൊക്കെ ആയി കഴിഞ്ഞപ്പോഴത്തേക്കും ഉം. ഈവനിങ് എല്ലാ ദിവസവും സ്കൂളിന്റെ ക്ലാസ് കഴിയുമ്പോഴും എല്ലാ ദിവസവും ഡാൻസ് പ്രാക്ടീസിന് പോകും. ഉം. ഓക്കെ. അപ്പൊ ഈ ഐഷുവിന് ഇഷ്ടമുണ്ടോ ഇല്ലയോ ഇതൊന്നു പോലും ചോദിക്കാതെ മോളുണ്ടായി കഴിഞ്ഞപ്പോ തന്നെ അച്ഛൻ വിചാരിച്ചു എനിക്കോ ഇതൊന്നും നേടാൻ പറ്റിയിട്ടില്ല. എന്റെ മോളെയും കൊണ്ട് എന്തായാലും ഇത് നേടണം എന്നുള്ള രീതിയിൽ അന്നും ആ, അന്ന് മുതലേ കൊണ്ടുപോയി. 4 വയസ്സുള്ള കുഞ്ഞിന് എന്തറിയാം? അതെ. കൊണ്ടുപോയി ചിരിക്കാൻ പറഞ്ഞാ ചിരിക്കും. അങ്ങനെ ഓരോന്നും ചെയ്തു. പക്ഷെ പിന്നീട് പ്രായം മുന്നോട്ട് ഏറി ആം, ഓരോന്നും ശരിയും തെറ്റുകളും അല്ലെ അഭിനയം ഇതൊക്കെ മനസ്സിലായി തുടങ്ങുന്ന ഒരു ഏജ് ആയി കഴിഞ്ഞപ്പം ഐഷുവിന് എപ്പോഴെങ്കിലും ഇതെനിക്ക് ഇഷ്ടായിരുന്നില്ല. എനിക്കിത് വേണ്ട. ഇതിപ്പോ അച്ഛന്റെ നിർബന്ധം കൊണ്ടാണല്ലോ ഞാൻ പോണത്. അങ്ങനെ എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? ഇതുവരെ തോന്നിയിട്ടില്ല. ഇല്ല. ഇല്ല, ഇല്ല. ഇങ്ങനെ കൊണ്ട് നടന്നതിന് നന്ദി. നന്ദി. നന്ദി മാത്രം. ഒരിക്കലും അത് ഓക്കെ. തോന്നിയിട്ടില്ല. ഓ. അത് അന്നൊന്നും അറിയില്ല. ഉം. പോയി നിന്ന് ക്യാമറ എന്താ, അതിന്റകത്ത് എങ്ങനെ നമ്മള് വരും, എങ്ങനെ ആംഗിൾ നിക്കണം, അതൊന്നും അറിയില്ല. ഡയലോഗ് പറയുമ്പോ എങ്ങനെ വരണം, ഡബ്ബിങ് എന്താ, ഇതൊന്നും നമുക്കറിയില്ല അന്ന്. ഉം. പക്ഷെ അന്ന് ഞാൻ ചെറുതിലൊക്കെ ഡബ് ചെയ്തിട്ടുണ്ട്. ഉം. ഡബ് ചെയ്തിട്ടുണ്ട് കുഞ്ഞിലെ. അപ്പം ഉഹും. എന്തോ ഒരു ചെറിയ കഴിവുണ്ടെന്ന് തോന്നിയിട്ടായിരിക്കാം ഉം. അവരിങ്ങനെ കൊണ്ട് നടന്നത്. എത്ര വയസ്സിലാ അത് ആദ്യം ഡബ് ചെയ്തത്? അതൊരു ഈ എന്തോ ആഡ് എന്തോ ആയിരുന്നു. ഉം. ആഡിനെന്തോ ആയിരുന്നപ്പോ ഒരു സൈക്കിളിന്റെ ഒക്കെ ആഡ് ഉണ്ടായിരുന്നു. അത് നമ്മുടെ അവിടുത്തെ ടിവിയില് മാത്രമൊക്കെ. അതിനൊക്കെ ഞാൻ തന്നെയാ ഡബ് ചെയ്തത്. അത് അന്നെന്താ അഞ്ചിലോ ആറിലോ അഞ്ചിലൊക്കെ പഠിക്കുമ്പോഴാ. ഓ. രണ്ടിലോ മൂന്നിലോ ഒക്കെ പഠിക്കുമ്പം ഡബ് ചെയ്തിട്ടൊക്കെ ഉണ്ട്. ചെയ്തിട്ടുണ്ട്. കുഞ്ഞ് ബേബി ആർട്ടിസ്റ്റിന്റെ ഒക്കെ ഉം. സൗണ്ട് ഒക്കെ അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട്. ഓ. ഓക്കെ. ഓക്കെ. പിന്നീട് നിങ്ങള് ഇപ്പം അച്ഛനും മോളും കൂടെ ഒരുമിച്ചുള്ളൊരു ക്യാരക്ടർ നിങ്ങൾക്ക് വന്നപ്പോഴേ ഉം. അത് അതിനകത്ത് എന്താണ് നിങ്ങൾക്ക് ചെയ്യാനുള്ളതെന്ന് പോലും നോക്കാതെ ഒരുമിച്ചൊരു സീരിയൽ ചെയ്തപ്പോഴത്തേക്കുള്ള ഒരു എക്സൈറ്റ്മെന്റ് ഒരുപക്ഷെ അച്ഛൻ അത് ചാടി കേറി ഓക്കെ പറഞ്ഞോ? അത് ശരിക്കും നമ്മൾ അറിയുന്നില്ല. അച്ഛൻ എന്നും നമ്മുടെ കൂടെ വരുന്ന പോലെ അന്ന് സെറ്റില് വന്നു. ഓക്കെ. ഉച്ചയായി. ഉച്ചയൊക്കെ ആയപ്പോഴത്തേക്കും പതുക്കെ ഇങ്ങനൊരു ഒരു ഡോക്ടറിന്റെ വേഷമുണ്ട്. അതിപ്പം എന്താ ചെയ്യാ? ഇപ്പൊ ആളെന്തോ എന്തോ അതങ്ങനെ ഇതായില്ല. പിന്നെ എന്തോ ആളെന്തോ ആയില്ലാന്ന് തോന്നുന്നു. ഉം. അപ്പോഴത്തേക്കും
അതെങ്ങനെ കറങ്ങി തിരിഞ്ഞ് അച്ഛന്റെ അടുക്ക വന്നെന്നുള്ളത് എനിക്കറിയത്തില്ല. ഐഷുവിന് ഓൾറെഡി കമ്മിറ്റ് ചെയ്തൊരു സീരിയൽ ആ പെട്ടെന്ന് ഞാൻ ശേഷമാണ് ചെയ്തോണ്ടിരുന്ന സീരിയലാണ്. എന്നിട്ടാണ് അച്ഛൻ അത് ആ പറയുന്നത് അതെ, വന്നത്. അന്ന് എന്റെ കൂടെ വെറുതെ വന്നതാ. ഓക്കെ. അപ്പം പറഞ്ഞു നമുക്ക് ഐഷുവിന്റെ അച്ഛനെ വെച്ചിട്ട് ആ ക്യാരക്ടർ ചെയ്താലോ എന്ന് ചോദിച്ചു. ചേട്ടൻ ചെയ്യാവോ എന്ന് ചോദിച്ചു. ഞാൻ ചെയ്യാം ചെയ്യാം. പിന്നെ എന്നിട്ട് പൊട്ടി. അപ്പൊ പിന്നെന്താ തന്നെ. ഞാൻ ചെയ്യാലോ. ആ, പിന്നെ പറഞ്ഞു എനിക്ക് പണ്ടത്തെ പോലെ ഒന്നുമല്ല, എനിക്കിപ്പോ അതിന്റെ ആ ഒരു ഇതൊക്കെ അങ്ങ് ടച്ച് വിട്ടു. ടച്ച് വിട്ടു. ഉം, എനിക്ക് ഉം. അറിയില്ല എനിക്ക് എങ്ങനെ ആവും എന്നുള്ളത് അറിയത്തില്ല. പിന്നെ അച്ഛന് ഭയങ്കര ടെൻഷൻ ഉണ്ടായിരുന്നു ആ, അന്നേരം. കാരണം വെച്ചാൽ കൂളായിട്ട് നിന്നാ മതി. പിന്നെ വലുതായപ്പോ ഞാനായി സപ്പോർട്ട് ചെയ്ത്. ആ, ശരിയാണല്ലോ എന്ന് തിരിഞ്ഞു വന്നു. ആ. ആ അപ്പം കൂളായിട്ട് നിന്നാ മതി, ഈ ഡയലോഗ് ഇങ്ങനെ പറഞ്ഞാൽ മതി, ഇത് ഇങ്ങനെ പറഞ്ഞാൽ മതി, ഓക്കെ. പിന്നെ അച്ഛൻ ഞാൻ സെറ്റ് ആക്കും എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ അങ്ങ് ചെയ്തു. ഓ, പിന്നെ എന്തൊരു ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് നിന്നിട്ട് ഞാൻ അച്ഛനോട് ഡയലോഗ് പറഞ്ഞു, ഇതിങ്ങനെയാണോ ഇതെങ്ങനെയാണ് ഡയലോഗ് പറയുന്നത്, ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഡയലോഗ് പറയുന്നത്, ആ. അതൊക്കെ എടുത്തു. അന്നേരം ഞാൻ ഇങ്ങനെ മോണിറ്ററിൽ നോക്കുമ്പോഴത്തേക്കും എന്റെ അച്ഛൻ സ്ക്രീനിൽ ഇങ്ങനെ നിൽക്കുവാ. ആണ്. അപ്പൊ അമ്മയും അനിയനും ഈ ഒരു സീൻ ടിവിയിൽ കണ്ടതിന് ശേഷം അവർക്ക് അത് മിസ് ചെയ്തോ? ആ അമ്മ കൂടെ ഉണ്ടായിരുന്നു. അല്ല, സീരിയലിൽ അച്ഛനും മോളും കൂടെ അഭിനയിക്കുന്നു. ആ അപ്പൊ അമ്മയും അനിയനും കൂടെ ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ ആ അല്ല അവർക്ക് അങ്ങനെ ഒരു ആഗ്രഹം തോന്നിയിട്ടുണ്ടോന്ന്? അല്ല, അമ്മയ്ക്ക് അഭിനയം അങ്ങനെ അഭിനയം താല്പര്യമില്ല. പുറത്തേക്ക് ഇങ്ങനെ വരിക അങ്ങനത്തെ താല്പര്യമില്ല. താല്പര്യമൊന്നുമില്ല. അമ്മ അനിയനോ? എല്ലാരും പുറകെ ഉന്തി 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 ഉന്തി. ഓക്കെ. ഞാൻ അമ്മയാണ് നിങ്ങളുടെയൊക്കെ ബാക്ക് ബോൺ. ആ. ആണാണ് തീർച്ചയായിട്ടും. അപ്പം അനിയനാണെങ്കിലോ? അനിയന് അനിയന് അങ്ങനെ അവൻ അഭിനയിച്ചിട്ടൊന്നുമില്ല അങ്ങനെ. ഉം. പിന്നെ ഇപ്പം എന്തെങ്കിലുമൊക്കെ വന്നാൽ അങ്ങനെ ചെയ്യാനൊക്കെ ഇൻട്രസ്റ്റ് ഒക്കെ ഉണ്ടാവും. ഉണ്ട്. ഇൻട്രസ്റ്റ് ഒക്കെ ഉണ്ടാവും എന്തെങ്കിലും വന്നാൽ. അവൻ പക്ഷെ അങ്ങനെ ആക്ട് ചെയ്തിട്ടൊന്നുമില്ല. അവന് ഇപ്പൊ ഡാൻസോ പാട്ടോ അങ്ങനെ അതുമായിട്ടൊന്നും അവനും സത്യം പറഞ്ഞാൽ എന്റെ പുറകെ നടക്കുമായിരുന്നു പറയാം. ഉം. അവൻ എന്തെങ്കിലുമൊക്കെ പഠിക്കേണ്ട ടൈമിൽ അല്ലെങ്കിൽ അവന്റെ എന്താ പഠിത്തം സ്റ്റഡീസ് ഒക്കെ നോക്കേണ്ട സമയത്ത് അവൻ അതിനെക്കാട്ടിലും കൂടുതൽ എന്റെ കൂടെയാണ് എപ്പോഴും വന്ന്. ഇപ്പൊ അച്ഛന് പറ്റാത്തപ്പോ അവൻ വരും, അവൻ വന്ന് കൂടെ വരും. ഞങ്ങൾ നാലുപേരും കൂടി എല്ലായിടത്തും പോത്തുള്ളൂ. അങ്ങനെ സെറ്റിൽ ചീത്തപ്പേരുണ്ട്. അവരെ വിളിച്ചാൽ നാലുപേരും കൂടെ വരുന്നു. എന്താ കുടുംബം അങ്ങ് മുഴുവൻ വരും. കുടുംബം മൊത്തം വരും. വരുന്നുണ്ട്, ചീത്തപ്പേരുണ്ട് സത്യമായിട്ടും. ആ. ഇപ്പൊ ഇവിടെ സ്റ്റാർ മാജിക്ക് ചോദിച്ചാലും അറിയാം. അത് കഴിഞ്ഞ് പിന്നെ കോവിഡ് ആയപ്പോഴാണ് ആളെ കുറയ്ക്കണം ആ. ഒരു ഇത് വന്നപ്പോഴാണ് പതുക്കെ എന്താ ഞാൻ തന്നെ അല്ലെങ്കിൽ അമ്മയും ഞാനും കൂടെയൊക്കെ വന്നു തുടങ്ങിയത്. ആ. പക്ഷെ എന്നാലും അച്ഛൻ രാവിലെ കൊണ്ടുവിടുമല്ലോ. ഉം. ഞാനെന്നും പോയി വരുമായിരുന്നു. അച്ഛൻ കൊണ്ടുവിടും, തിരിച്ചച്ഛൻ വിളിക്കാൻ വരും. ഉം. അങ്ങനെയൊക്കെ ആയിരുന്നു. ഓക്കെ. അപ്പൊ അവന്റെ സ്റ്റഡീസും അത്രയും നോക്കാതെ ഇപ്പൊ എന്ത് പ്രോഗ്രാം ആയാലും രാത്രി ഉറക്കളച്ചിട്ട് അവൻ വന്നാലും പിന്നെ ഉറക്കം തൂങ്ങി പിറ്റേ ദിവസം സ്കൂളിൽ പോകുമായിരുന്നു. ആ. അങ്ങനെയൊക്കെ ആയിരുന്നു. ഓ! അത്രയും സപ്പോർട്ടിംഗ് ആയിട്ടുള്ള ഒരു ഭയങ്കര ഫാമിലി തന്നെയായിരുന്നു ആണ്. ഉണ്ടായിരുന്നത്. അപ്പൊ ഇത്രയും സീരിയൽ എങ്ങനെ നിങ്ങൾ അച്ഛന്റെയൊക്കെ ഇഷ്ടത്തിൽ അച്ഛനും മകളും അമ്മയൊക്കെ കൂടെ എൻജോയ് ചെയ്ത് പോയിക്കൊണ്ടിരുന്ന സമയത്ത്, ആ സീരിയൽ എല്ലാം വേണ്ട എന്ന് വെച്ച് പിന്നെ നിങ്ങൾ ടമാർ പടാറിലേക്ക് കാരണം അതൊരു സീരിയൽ പോലെ അഭിനയമോ കാര്യങ്ങളോ ഒന്നുമല്ല. അത് ഫുൾ ഒരു ഗെയിമാണ്. കളി, ചിരിയും നിങ്ങൾ വേറെ തന്നെ ഒരു ഇതാണ്. അപ്പൊ അച്ഛൻ അത് അങ്ങനെ പോയപ്പോഴത്തേക്ക് അച്ഛൻ അത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയിരുന്നോ? അഭിനയം മോള് നിർത്തി ഇതിലേക്ക് വന്നു. അ അല്ലല്ല. അഭിനയം നിർത്തിയതല്ല ശരിക്കും. ആ. അത് ശരിക്കും അഭിനയം നിർത്തിയതല്ല. നമുക്ക് ഇപ്പൊ ഉം. നല്ലൊരു ക്യാരക്ടർ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ വരണം. ഉം. അത് ചെയ്തുകൊണ്ടിരുന്നപ്പോ ഞാനിത് രണ്ടും കൂടെ ചെയ്തു പോയിരുന്നു. ഉം. അത് കഴിഞ്ഞിട്ട് നമുക്ക് അത്രയും ഒന്നും ഇല്ലാതെ വന്നപ്പോഴാണ്, ക്യാരക്ടർ ഒന്നും ഇല്ലാതെ, പിന്നെ നമുക്ക് സീരിയൽ ആകുമ്പോഴും നമുക്കൊരു എക്സ്പെൻസും കാര്യങ്ങളും ഉണ്ട്. ഉം. ഡെയിലി നമ്മൾ ഇത്രയും ഡ്രസ്സസ് നമ്മൾ അതെ. ചെയ്യുക, അങ്ങനത്തെ എക്സ്പെൻസ് ഉണ്ട്. അപ്പം പിന്നെ ട്രാവലിങ്, ഉം. പിന്നെ അച്ഛൻ അങ്ങ് ഇച്ചിരി ടയേർഡായി. ട്രാവലിങ് നമ്മൾ ഫുൾ അങ്ങോട്ടും ഇങ്ങോട്ടും ട്രിവാൻഡ്രം കോട്ടയൊക്കെ ഡ്രൈവ് ചെയ്ത് പോവാന്നുള്ളത്. ഉം. അപ്പൊ ചോദിക്കും ബസ്സിനോ ട്രെയിനോ പോവാൻ പറ്റില്ലെന്ന് ചോദിക്കും. ഉം. നമുക്ക് അതിനുള്ള ബുദ്ധിയില്ല, ഉം. അതിനുള്ള കോൺഫിഡൻസ് ഇല്ല. ഉം. ഞങ്ങൾ അങ്ങനെ തന്നെ പോയിട്ടില്ല. അപ്പൊ ഇപ്പോഴും ഇപ്പൊ സ്റ്റാർ മാജിക്കിലുള്ള അവിടെയുള്ള കോർഡിനേറ്റേഴ്സ് ഒക്കെ ചോദിക്കും, നിനക്ക് എന്തിനാ ഈ അച്ഛനെയും അമ്മ ഇത്രയും കഷ്ടപ്പെടുന്നത്, നിനക്ക് തന്നെ പോയി വന്നൂടെ, എല്ലാരും അങ്ങനെയല്ലേ, അങ്ങനെയൊക്കെ ഉം. ചോദിക്കും. പക്ഷെ ഞാൻ അവരെ ബുദ്ധിമുട്ടിച്ച് തന്നെ ബുദ്ധിമുട്ടിച്ചേ വരുള്ളൂ. പോയിക്കൊണ്ടിരുന്നു. ഞാൻ ഇങ്ങനെ ഒരു പാക്കേജ് ആണ്. അതായി പോയി. അങ്ങനെ ആയിപ്പോയി. അല്ല എന്നാലും ഞാൻ ആ, ചോദിക്കാം, അച്ഛന് ആ ഒരു മോളെ അഭിനയിച്ച് കാണണം എന്നുള്ള ഒരു ആഗ്രഹം അച്ഛൻ അത് പിന്നെ എപ്പോഴെങ്കിലും അച്ഛന്റെ ഒരു വിഷമം പറയായിക്കോട്ടെയോ അല്ല. അങ്ങനെ ഒരു മിസ്സിങ് തോന്നിയിട്ടുണ്ടോ അച്ഛന്? അതെന്താന്ന് വെച്ചാൽ ഇവിടെ ഇത് ഫുൾ പാക്കേജ് ആണ്. ആ. ഇവിടെ സ്കിറ്റ് ഉണ്ട്. ഉം. അഭിനയിക്കാൻ നമ്മൾ ഇഷ്ടംപോലെ വെറൈറ്റി ക്യാരക്ടേഴ്സ് സ്കിറ്റിലൂടെ കുറെ ചെയ്തു. ഉം. ഡാൻസ് ഉണ്ട് ഇവിടെ. ഡാൻസ് നമ്മൾ സെയിം ഫ്ലോറിൽ കുറെ ഡാൻസ് ചെയ്തു. ഉം. ഇടയ്ക്ക് പാട്ട് പാടും. ഗെയിമുണ്ട്, പിന്നെ സംസാരമുണ്ട്, കളി ചിരിയുണ്ട്, എല്ലാം മൊത്തത്തിലൊരു പാക്കേജ് ആ. ആയിരുന്നു. അന്നേരം അതുകൊണ്ട് വലിയ കുഴപ്പമില്ല. പക്ഷെ നല്ല ക്യാരക്ടേഴ്സ് നമുക്ക് ഇവിടെ വന്നിരുന്നെങ്കിൽ പോയി ചെയ്തേനെ. തീർച്ചയായിട്ടും ഞാൻ പോയേനെ. സ്റ്റാർ മാജിക് നമ്മുടെ സ്റ്റാർ മാജിക്കിന്റെ ഇടയ്ക്ക് ഞാൻ ലാസ്റ്റ് ഒക്കെ ആയപ്പോഴത്തേക്കും ഒരു സീരിയൽ കമ്മിറ്റ് ചെയ്തു. ഓ. ചെയ്തിരുന്നു ഞാൻ.
എന്നുവെച്ചാൽ കല്യാണത്തിനൊക്കെ മുന്നേ. അതിന്റെ ഓക്കെ. ടൈമിലാണ് പിന്നെ കല്യാണമൊക്കെ ആയത്. ഓ ആ ടൈമിൽ ചെയ്തു. അത് അത്യാവശ്യം കുഴപ്പമില്ല, നല്ല ക്യാരക്ടറാന്ന് തോന്നിയപ്പോ അത് ഞാൻ ചെയ്തു. ചെയ്തു. അങ്ങനെയുള്ളൂ. ഓക്കെ. അപ്പൊ അങ്ങനെ ടമാർ പടാറൊക്കെ നിന്ന് അതിന്റെ ഒരു രസം കഴിഞ്ഞപ്പോ തന്നെ സ്റ്റാർ മാജിക്കിൽ വന്നു. സ്റ്റാർ മാജിക്കിൽ നമ്മൾ കാണുമ്പോഴാണെങ്കിലും സ്ഥിരം എന്താ പറയാ ഓരോ ആർട്ടിസ്റ്റുകളെ ഓരോ പ്രാവശ്യം അവർ മാറ്റാൻ നോക്കും. എന്നാൽ സ്ഥിരമായിട്ടുള്ള കുറച്ച് പേരും ഉണ്ടാവും അല്ലേ? അതിനകത്ത് അനുമോളുണ്ട്, സുധിച്ചേട്ടൻ ഉണ്ടായിരുന്നു, ആ. ഐഷു ഉണ്ട്. ആം, അങ്ങനെയൊക്കെ നിങ്ങൾ കുറച്ച് പേര് അധികമുണ്ട്. അപ്പൊ അതൊക്കെ നിങ്ങൾ എങ്ങനെ സ്ഥിരമായതെന്നുള്ളത് നിങ്ങളുടെയൊക്കെ ഡേറ്റ്സ് അവൈലബിൾ ആയതുകൊണ്ട് നിങ്ങൾ സ്ഥിരമായി നിന്നതാണോ? എങ്ങനെയായിരുന്നു അതിന്റെ ഒരു ഫോർമാറ്റ് അത് കാര്യങ്ങൾ അതെന്തായിരുന്നു? എങ്ങനെയാ? ആ. ഞങ്ങള് ഞങ്ങള് വേറെ എവിടെ പോയാലും നമ്മൾ മാക്സിമം ഇതിന്റെ ഡേറ്റ് എപ്പോഴാണെന്ന് നോക്കും. ഓ! ഇതിന് കൊടുക്കാൻ പറ്റുമോന്ന് നോക്കും. ആ. പിന്നെ ഓരോ ആർട്ടിസ്റ്റുകളുടെ ഡേറ്റ് വെച്ചിട്ട് വിളിക്കാറുണ്ട്. പക്ഷേ എന്തോ എന്താന്ന് നമുക്കും കറക്റ്റ് അറിയത്തില്ല. ഇപ്പോഴാണ് ഇങ്ങനെ ചേച്ചി ഇങ്ങനെ ചോദിക്കുമ്പോഴാണ് ഓ അങ്ങനെയൊക്കെ നമ്മളും ശരിക്കും തിങ്ക് ചെയ്യുന്നത്. ഫസ്റ്റ് മുതലേ ടമാർ പടാറ് മുതലേ കണ്ടിന്യൂസ് ആയിട്ട് അവിടെ ആ ഒരു ഫ്ലോറിൽ നിൽക്കാനുള്ള ഒരു ഭാഗ്യം ഉണ്ടായിട്ടുണ്ട്. ഉണ്ടായിട്ടുണ്ട്. അതെങ്ങനെ അങ്ങനെ നമ്മള് നിന്നു അങ്ങനെ നമുക്കറിയില്ല. പിന്നെ പിന്നെ അവിടുത്തെ ഗെയിംസ് മൊത്തം പരീക്ഷിക്കാനും ചെയ്യാനും എന്തും തലകുത്തി നിൽക്കാനും നിങ്ങൾ റെഡിയായിരുന്നു. അങ്ങനെയൊക്കെ വേണ്ടേ? കാരണം അതിനകത്ത് ആ ഷോയുടെ ഡയറക്ടർ അനൂപ് എന്ന് പറയുന്ന ആള് തന്നെയും വളരെ ഒരു സാധാരണ പ്രൊഡ്യൂസേഴ്സിനെ പോലെയല്ല. അനൂപിന് വേറെ തന്നെ ഒരു സെലിബ്രിറ്റി ഒരു സ്റ്റാർഡം തന്നെ ഉണ്ട് തീർച്ചയായിട്ടും. അല്ലേ? അപ്പം അനൂപ് ഒരു പക്ഷേ നിങ്ങളിലുള്ള ഒരു പ്രത്യേക ഒരു കഴിവ് ഉം. അത് മനസ്സിലാക്കിയിട്ടാണോ, അല്ലെങ്കിൽ നിങ്ങളെയും കൊണ്ട് ഇപ്പം ഓരോ തവണയും നിങ്ങൾ ചെയ്യുമ്പോൾ ഓരോരോ തരത്തിലുള്ള ക്യാരക്ടേഴ്സും സ്കിറ്റുകളും കാര്യങ്ങളൊക്കെയാണ്. അപ്പൊ ഐശ്വര്യം കൊണ്ട് എന്തും പറ്റും, അവളെ കൊണ്ട് എന്തും ചെയ്യിപ്പിക്കാൻ പറ്റും എന്നുള്ളൊരു കോൺഫിഡൻസ് ആ ഷോ ഡയറക്ടർക്ക് വരികയാണ്. അതുകൊണ്ടായിരിക്കാം അനുമോൾ ഉൾപ്പെടെ ഐഷു ഉൾപ്പെടെ നിങ്ങൾ പലരും റിപ്പീറ്റഡ് ആയിട്ട് എല്ലാ എപ്പിസോഡിലും എന്ന വണ്ണം നിങ്ങൾ മസ്റ്റ് ആയിട്ട് അതിന്റെ ഒരു ഭാഗമായി മാറിയത് ഒരു പക്ഷെ അതുകൊണ്ടായിരിക്കോ? അറിയില്ല. അനുപേട്ടന് ശരിക്കും പറഞ്ഞാലൊരു എന്താ പറയാ കറക്റ്റ് ഐഡിയ ഉണ്ട്. ഉം. ഏത് എവിടെ എങ്ങനെ കറക്റ്റ് പോവുംന്നുള്ളത് കറക്റ്റ് ആർക്കിന്ന എന്ത് ക്യാരക്ടർ എങ്ങനെ ക്യാരക്ടർ കൊടുക്കണം എന്ത് ക്യാരക്ടർ കൊടുക്കണം നല്ല ഭയങ്കര ബ്രില്യൻ്റ് ആയിട്ടുള്ളൊരു ഉം. മനുഷ്യനാണ് അദ്ദേഹം. ഉം. ഞാനൊക്കെ ആയാലും അങ്ങനെ ഒത്തിരി സംസാരിച്ച് അല്ലേ അങ്ങനെ അങ്ങനെയൊന്നും അല്ല അനുപേട്ടൻ. അനുപേട്ടനോട് ഭയങ്കര ഒരു പ്രത്യേക ഒരു ഭയങ്കര ബഹുമാനവും ഉം. ഒരു 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 ഗുരുസ്ഥാനത്താണ് നമുക്ക്. ഞാൻ അങ്ങനെയാണ് അദ്ദേഹത്തെ കാണുന്നത്. ഉം. അപ്പോൾ എനിക്കായാലും ഒത്തിരി നല്ല ക്യാരക്ടേഴ്സ് സ്കിറ്റിലായാലും ഒത്തിരി തന്നിട്ടുണ്ട്. ഉം. അപ്പം സ്കിറ്റ് പറയുമ്പോൾ സ്കിറ്റ് ചെയ്യും, ഉം. ഡാൻസ് പറഞ്ഞാൽ ഡാൻസ് ചെയ്യും, തലകുത്തി നിന്ന് അവിടെ കിടന്ന് ഒന്നിനും നോ പറയില്ല. ഒന്നൊന്ന് അവിടുന്ന് ഇങ്ങോട്ടൊന്ന് ചാടി കെട്ടിത്തൂക്കാൻ പറഞ്ഞ അവിടെ നിന്ന് അതും കെട്ടിത്തൂക്കും, റെഡി. അതും ചെയ്യും. ഓക്കെ. അങ്ങനെയായിരുന്നു ഞാൻ. ആ. അപ്പം അപ്പം എന്താന്നറിയത്തില്ല എപ്പോഴും വിളിക്കാറുണ്ട്. എന്നുവെച്ചാൽ എപ്പിസോഡിന് വിളിക്കാറുണ്ട്, പോയി ചെയ്യാറുണ്ട്. അനു ആയാലും അങ്ങനെയാണ്. ഉം. അതുപോലെ എല്ലാരും തന്നെ എല്ലാവരും എല്ലാ ആർട്ടിസ്റ്റുകളും അടിപൊളിയാ ആർട്ടിസ്റ്റുകളാണ്. സ്കിറ്റൊക്കെ വരുമ്പോഴത്തേക്കും ശരിക്കും പറഞ്ഞാൽ നമ്മള് ആ സ്കിറ്റൊക്കെ ആ ടൈമിലായിരിക്കും ചേച്ചി നമുക്ക് എന്താ തരുന്നത്. തരുന്നത്. ആ. അന്നായിരിക്കും അപ്പോഴായിരിക്കും അപ്പൊ നമ്മൾ ഇത് എന്ത് ചെയ്യും. പിന്നെ പഠിത്തമായി ഇതിങ്ങനെ പറഞ്ഞാൽ മതി. ചില സമയത്ത് പഠിക്കാൻ പോലും കേട്ട് എന്തൊക്കെയോ ഒരു ഓർമ്മയിൽ എന്തൊക്കെയോ പറഞ്ഞ് അങ്ങനെയൊക്കെ. അനു പറഞ്ഞു കേട്ടിട്ടുണ്ട്. അനുവിന് ഇയർ ഉണ്ടായിരുന്നു സ്റ്റാർ മാജിക്കില്. ആ അനു പറഞ്ഞിട്ടുണ്ട്. അപ്പം അനുപേട്ടൻ പറയുന്നു തരുന്നത് ഞാൻ അങ്ങനെ ചെയ്യും പറയാറുണ്ട്. ഐഷുവിനും അങ്ങനെ ഇപ്പൊ ഇയർ ഉണ്ടായിരുന്നോ? ഇന്നിയർ അങ്ങനെ വലുതായിട്ട് നമുക്ക് ഇന്നിയർ ഒന്നും ഇല്ലായിരുന്നു. ഇല്ല. ചേട്ടന്മാർക്കാണ് കൂടുതലും ആണോ? ഇന്നിയർ കൊടുത്തിരുന്നത്. ഓ. ചേട്ടന്മാർക്കാണ് ഇന്നിയർ കൊടുത്തിരുന്നത്. പിന്നെ ലക്ഷ്മി ചേച്ചിക്കൊക്കെ. ഉം. എന്നാ പാറ്റേൺ അങ്ങനെ പോകണ്ടേ. ഉം. അപ്പോ പക്ഷേ കൂടുതലും കൗണ്ടേഴ്സും കാര്യങ്ങളൊക്കെ ഏഹ്, അവര് തന്നെ ഒരുപാട് കൗണ്ടേഴ്സ് അവര് തന്നെ കറക്റ്റ് ലൈവായിട്ട് തന്നെ അപ്പൊ പോയിക്കൊണ്ടിരുന്നിട്ടുണ്ട്. ഐഷുവും പറഞ്ഞിരിക്കുന്ന കുറെ കൗണ്ടേഴ്സും കാര്യങ്ങളൊക്കെയാണ്. അത് ഐഷു തന്നെ പറഞ്ഞതാണോ? അതോ പ്രീ ഞാ പ്ലാൻഡ് ആണോ? അല്ല അല്ല. അവിടെ ഒന്നും ഒന്നും അങ്ങനെ വലിയ പ്ലാൻഡ് ഒന്നും അല്ല. അല്ല. പിന്നെ ഇന്ന ഗസ്റ്റ് ആണ് വരുന്നത്. ആ. ഇന്ന ഇങ്ങനെയൊക്കെ ആയിരിക്കും വരുന്നത്. ഉം. അല്ലെങ്കിൽ ഇന്ന ഗെയിം ആയിരിക്കും വരുന്നത്. അപ്പൊ മാക്സിമം എല്ലാവരും കൂടെ ഒരുമിച്ച് ശ്രമിക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ ഫണ്ണാക്കുക, ഓ. ആൾക്കാരെ ചിരിപ്പിക്കുക. ഉം. ഇത് മാത്രമാണ് എല്ലാവരുടെ മൈൻഡിൽ കൂടെ പൊയ്ക്കൊണ്ടിരുന്നത്. ഉം. എപ്പോഴും സ്കിറ്റ് ആയിക്കോട്ടെ, ഗെയിം ആയിക്കോട്ടെ, ലൈവ് ചാറ്റ് ആയിക്കോട്ടെ, എല്ലാം അന്നേരം ആൾക്കാർ എൻജോയ് ചെയ്യുന്നുണ്ടോ, ചിരിക്കുന്നുണ്ടോ അതിന് വേണ്ടിയിട്ടാണ് എല്ലാവരും. ഇപ്പം ഉം. വിനിച്ചേട്ടനൊക്കെ ആയാലും ഒരുപാട് ചീത്തവിളിയും കാര്യങ്ങളൊക്കെ ആ മനുഷ്യൻ കേട്ടിട്ടുണ്ട്. പക്ഷെ അദ്ദേഹം ചിരിപ്പിക്കാൻ വേണ്ടി തന്നെയാണ് നോക്കിക്കൊണ്ടിരുന്നത്. ഉം. അതിനാണ് ശ്രമിച്ചുകൊണ്ടിരുന്നത്. ഉം. പിന്നെ
എല്ലാവരും അതിനുവേണ്ടി തന്നെയാ ശ്രമിച്ചുകൊണ്ടിരുന്നത്. ഈവൻ അനുവേട്ടനായാലും കറക്റ്റ് കാൽക്കുലേഷൻ ഉണ്ട്. ഇന്നതുപോലെ പോകണം, ഇന്നതുപോലെ ചെയ്യണം, ഇങ്ങനെ പറഞ്ഞുതരും. പക്ഷേ നമുക്ക് പറയുന്ന കൗണ്ടേഴ്സും കാര്യങ്ങളും ഒന്നും ഇടയ്ക്ക് അവർക്ക് എന്തെങ്കിലും കിട്ടുവാണെങ്കിൽ ഇത് ഇന്നേറി പറ, ഇത് ഇന്നേറി ഇങ്ങനെ പറ എന്ന് ചിലപ്പോൾ അവർ പറഞ്ഞു കൊടുക്കും. പക്ഷെ മൊത്തത്തിലല്ല കേട്ടോ, മൊത്തത്തിലല്ല. മൊത്തത്തിൽ അവരും എല്ലാവരും പിന്നെ നിങ്ങൾ മൊത്തത്തിലുള്ളൊരു എല്ലാരും തമ്മിൽ സ്ഥിരം ഇങ്ങനെ കുറെ നാളുകളായി കഴിഞ്ഞപ്പോൾ ഒരാൾ എന്ത് പറഞ്ഞാൽ മറ്റേ ആൾ എങ്ങനെ കൗണ്ടർ പറയും എന്നുള്ള നിങ്ങളുടെ ഒരു കെമിസ്ട്രി അവിടെ കറക്റ്റ് ആയിട്ട് ആരെന്ത് പറഞ്ഞാലും നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഫീൽ ഫീൽ ചെയ്യില്ല. ചെയ്യില്ല. ഒന്നാമത്തെ കാര്യം അങ്ങോട്ട് കളിയാക്കലാണ് അവിടെ മെയിൻ. ഉം. അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ നല്ലപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും കളിയാക്കും. ഉം. അതിപ്പം ഇതിലല്ലെങ്കിൽ പോലും ഉം. എന്താ നമ്മള് ലൈവില് ഷൂട്ടിലല്ലേ പോലും. ഷൂട്ടിലല്ലെങ്കിൽ പോലും ആ. ബാക്ക് സ്റ്റേജിൽ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും നല്ലപോലെ കളിയാക്കും. ആ. പക്ഷെ അത് ആർക്കും അങ്ങനെ ഫീൽ ഫീൽ ചെയ്യില്ല. ചെയ്തൊന്നുമില്ല. തമാശയായിട്ട് തന്നെ എല്ലാവരും പിന്നെ എടുക്കാറുണ്ടായിരുന്നു. ഇഞ്ചി മൈ മീൽ പാർട്ട്ണർ. സ്റ്റാർ മാജിക്കിലൂടെ ഒരു ജീവിതം എന്താ പറയാ മാറ്റിമറിച്ച ആൾക്കാരാണ് ഐഷു ആയിക്കോട്ടെ, അനുമോൾ ആയിക്കോട്ടെ, സുധിച്ചേട്ടൻ ആയിക്കോട്ടെ, സുധിച്ചേട്ടൻ ത്രൂ രേണു ആയിക്കോട്ടെ, അനൂപ് തന്നെ ആയിക്കോട്ടെ, ബിനു അടിമാലി, ഷിയാസ് കരീം, പറയാൻ പോയാൽ അങ്ങനെ എല്ലാവരുടെയും പേര് നമ്മള് എല്ലാവരും നോക്കിക്കഴിഞ്ഞാൽ അവരുടെ ലൈഫ് തന്നെ മാറ്റിമറിച്ചു ശരിക്കും പറഞ്ഞാൽ അല്ലെ. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അങ്ങനെ സ്റ്റാർ മാജിക് അല്ലെങ്കിൽ ഈ ടമാർ പടാർ തന്ന ഒരു ഗിഫ്റ്റുകൾ അല്ലെങ്കിൽ ലൈഫിലേക്ക് ആഡ് ഓൺ ചെയ്തത് ഐഷുവിന്റെ ലൈഫിൽ എന്തൊക്കെയായിരിക്കും? ഈ പറഞ്ഞ പോലെ നമുക്ക് അങ്ങനെ ഒരു കാര്യമല്ല നമ്മൾ ഇപ്പോഴും ഫോർ എക്സാമ്പിൾ സോറി ഇപ്പോഴും ഉം. ഇത്രയും നാളായി സ്റ്റോപ്പായിട്ട് ഇത്രയും നാളായി ആ. ഞാൻ അവിടെ ഖത്തറിൽ പോയി. ആ. ഖത്തറിൽ പോയി കഴിഞ്ഞാലും അവിടെ ഇപ്പോഴും നമ്മൾ എന്തെങ്കിലും പർച്ചേസിങ്ങിനോ അവിടെ ഇവിടെയൊക്കെ പുറത്തിറങ്ങി കഴിയുമ്പോൾ മലയാളികൾ ഓടി വന്ന് നമ്മളോട് ഇപ്പോഴും ഐഷൂ എന്ന് വിളിച്ച് പറഞ്ഞ് ഓടി അടുത്ത് വന്ന് നിങ്ങൾ ഇപ്പോഴും കാണാറുണ്ടായിരുന്നു, എപ്പോഴും കാണാറുണ്ടായിരുന്നു കേട്ടോ, ഭയങ്കര ഇഷ്ടമായിരുന്നല്ലോ എന്ന് പറയുന്ന ഒരു സന്തോഷം അത് എത്ര പറഞ്ഞാലും നമുക്ക് മനസ്സിലാത്ത അത് നമുക്ക് മതിയാവില്ല. മതിയാവില്ല. അതെ, അത് അതാണ് നമുക്കൊരു ഭയങ്കര ഒരു ഇതെന്ന് പറഞ്ഞാൽ. പിന്നെ അതിൽ കൂടെ നമുക്ക് ഒരുപാട് എല്ലാവർക്കും കുറേ പ്രോഗ്രാംസുകൾ, കുറേ ഇനാഗ്രേഷൻസ്, അതൊക്കെ അവരുടെ ലൈഫിന്റെ വലിയൊരു ഭാഗം തന്നെയാണ്. അതെ, അല്ലേ? ഒരുപാട് ആ മോണിറ്ററി സൈഡ് നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് നിങ്ങൾക്ക് ആ, സേവ് ചെയ്യാൻ പറ്റി അതെ അതെ അല്ലെ, ഫിനാൻഷ്യൽ സൈഡിലൊക്കെ ഒരുപാട്. അതെ. ഇനി പിന്നെ നമ്മുടെ കഴിവുകൾ നമുക്ക് നമുക്ക് അങ്ങനെ ഒരു സ്റ്റേജ് കിട്ടിയത് കൊണ്ടാണ് നമുക്ക് നമ്മുടെ കഴിവുകൾ ഇപ്പം സ്കിറ്റ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ഡാൻസ് ആയിക്കോട്ടെ ഇതൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റിയത്. ഇല്ലെങ്കിൽ നമുക്ക് അങ്ങനെ ഒരു ഫ്ലോർ കിട്ടണം, അങ്ങനെ കിട്ടണം എന്നില്ല. അതെ, അതുകൊണ്ട് തന്നെ അനുമോള് പറഞ്ഞിട്ടുണ്ട് ഇന്റർവ്യൂവിലൊക്കെ ഇതിന്റെ ഒരു ഷൂട്ട് അവൾ എങ്ങനെയാ അവള് മിസ് ചെയ്യാണ്ട് നോക്കും. അത് വേറെ സ്ഥലത്ത് ഷൂട്ട് സീരിയലിന്റെ ഷൂട്ട് ഉണ്ടെങ്കിൽ രാത്രി അവിടുത്തെ തീർന്നാലും രാത്രി ബസ് കയറിയിട്ടാണേലും അവൾ അവിടുന്ന് സ്റ്റാർ മാജിക്കിൽ പിറ്റേ ദിവസം എത്താൻ നോക്കിയിരിക്കും. സ്റ്റാർ മാജിക്കിന്റെ ഒരൊറ്റ എപ്പിസോഡ് അവള് വേണ്ടെന്ന് വെക്കില്ല, എങ്ങനെയും ഓടിയെത്തും. കാരണം അത്ര ഫേവറേറ്റ് ആയിരുന്നു ആ ഷോ എന്നുള്ളത്. തീർച്ചയായിട്ടും ഐശ്വനും അങ്ങനെ തന്നെയാണ് തീർച്ചയായിട്ടും അല്ലേ? തീർച്ചയായിട്ടും. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഈ സീരിയൽ ചെയ്യുന്ന സമയത്ത് നെക്സ്റ്റ് ഇതിന്റെ ഷെഡ്യൂളിൽ നമുക്ക് ഡേറ്റ് ചോദിക്കുമല്ലോ. അന്നേരം ഞാൻ ആദ്യം വിളിച്ചു ചോദിക്കും, ചേട്ടാ നമുക്ക് എന്നാ ഷൂട്ട്, എന്നൊക്കെയോ ഷൂട്ട്. അപ്പം ഇത് ബ്ലോക്ക് ചെയ്ത് ഈ ഡേറ്റ് ബ്ലോക്ക് ചെയ്തിട്ട് വേണം നമുക്ക് സീരിയലിന്റെ ഡേറ്റ് കൊടുക്കാനായിട്ട്. അപ്പം ഇങ്ങനെ വന്നാൽ ഞങ്ങള് എറണാകുളം അല്ല ട്രിവാൻഡ്രത്തുനിന്ന് നമ്മള് എറണാകുളം വരെ പാതിരാത്രിക്ക് ഡ്രൈവ് ചെയ്ത് ഇങ്ങനെ വരും. എത്ര ഉറക്കളച്ചായാലും വെളുപ്പിന് നമ്മൾ എത്തും. ആ സമയത്ത് അവിടെ എത്തിയിരിക്കും. അതിന് നമ്മള് അത് എങ്ങനെ നമ്മൾ ഒരിക്കലും ഷൂട്ട് മിസ് ചെയ്തിട്ടില്ല, ഒരിക്കലും മിസ് ചെയ്തിട്ടില്ല. ഞാനൊന്നും അങ്ങനെ മിസ് ചെയ്തിട്ടില്ല. എന്തെങ്കിലും ഒരു പ്രോഗ്രാം വന്നാൽ പോലും, ഡാൻസ് പ്രോഗ്രാം വന്നാൽ പോലും, ചേട്ടാ ഇത് എപ്പോഴാ, നമുക്ക് ഇനി അടുത്ത ഷൂട്ട് എപ്പോഴാ എന്ന് നമ്മൾ വിളിച്ചു ചോദിക്കും. എന്നിട്ടാണ് നമ്മൾ ഇവിടെ എന്തെങ്കിലും പ്രോഗ്രാം വരെ നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത്. അത്ര ഫേവറേറ്റ് ആയിരുന്നു ചേച്ചി. അത് എത്ര പറഞ്ഞാലും നമുക്ക് ഭയങ്കര എല്ലാവരും ഒരു ഫാമിലി ആയിരുന്നു. നമുക്ക് ഭയങ്കര ഫേവറേറ്റ് ആയിരുന്നു. അതെ അതെ, അതിനകത്ത് തന്നെയും ഇപ്പൊ നമ്മള് അനുവിന്റെ അടുത്ത് നീ ഇപ്പൊ കൂടെ വർക്ക് ചെയ്ത അനുവിന്റെ അടുത്ത് തന്നെ അനുവിനെ കുറിച്ചും കൂടെ ചോദിക്കട്ടെ. അനുവായിട്ടുള്ള നിങ്ങൾ തമ്മിലുള്ള ഒരു കെമിസ്ട്രി, നിങ്ങൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇതൊരു എന്താ പറയാ, ഇതിനകത്തൊരു ഫസ്റ്റ് പ്രൈസോ സെക്കൻഡ് പ്രൈസോ അങ്ങനെ ഒന്നുമില്ല, കോമ്പറ്റീഷൻ അല്ല, നിങ്ങൾ പെർഫോം ചെയ്യാണ്. പക്ഷെ എന്നിരുന്നാൽ പോലും എന്നാലും അതിനിടയിൽ നിങ്ങൾക്ക് ഇതിനെക്കാട്ടിൽ നന്നായിട്ട് ഞാൻ ചെയ്യും, കാരണം നിങ്ങൾ തമ്മിൽ ഭയങ്കര നല്ലൊരു ബന്ധമുണ്ടല്ലോ. അപ്പൊ അതിനിടയിൽ ഒരു ഹെൽത്തി കോമ്പറ്റീഷൻ നിങ്ങളുടെ ഇടയിൽ വരും, നോക്കിക്കോ നിന്നെക്കാട്ടിലും ബെറ്റർ, അങ്ങനത്തെ ഒരു വാശിയും അത് ചിലപ്പോ ഈ ഗെയിമിന്റെ സമയത്തൊക്കെ ഓപ്പോസിറ്റ് ടീം വരുമ്പോ, അപ്പൊ അത് അനു ആവണമെന്നില്ല, ആരായാലും നമ്മള് ഓപ്പോസിറ്റ് ടീം വരുമ്പോഴത്തേക്കും നമ്മള് മാക്സിമം ട്രിക്കുകളൊക്കെ ആ ഗെയിമിന്റെ ട്രിക്കൊക്കെ നമ്മൾ നോക്കും. അവിടെ ഒരു ഗെയിം ഉണ്ടെങ്കിൽ ആദ്യം അനുവേട്ടൻ കളിച്ചു നോക്കും. ചില സമയത്ത് അനുവേട്ടനൊക്കെ ചെയ്ത് നോക്കും കേട്ടോ. അങ്ങനെയൊക്കെ ഇഷ്ടമാണ്. പിന്നെ നമ്മള് എന്താ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഗ്രൂപ്പായിട്ട് വന്നിട്ട് ഇതിൽ നമുക്ക് എങ്ങനെയൊക്കെ ജയിക്കാം, എന്താ വല്ലതും തരുവോ, ഒന്നുമില്ല, നമുക്ക് എന്തെങ്കിലും സമ്മാനം ഉണ്ടോ, അതുമില്ല, ഒന്നുമില്ല, എന്നാലും നമുക്കത് ജയിക്കണം. അതെന്തുകൊണ്ട് അങ്ങനെ ആയതൊന്നും നമ്മൾ ഇപ്പൊ ചിന്തിക്കുമ്പോ അറിയില്ല നമുക്ക്. പക്ഷെ നമുക്ക് ഒരു ഗ്രൂപ്പായിട്ട് നിന്നിട്ട് നമുക്ക് ജയിക്കണം. ആരപ്പുറത്ത് വന്നാലും നമ്മളത്
ട്രിക്കുകൾ, എന്തൊക്കെ ട്രിക്കുകൾ. അസീസക്കൊക്കെ ഭയങ്കര ഗെയിം സ്പിരിറ്റ് ആയിരുന്നു. ഉം, എപ്പോഴും ഞാൻ അസീസക്കൊക്കെ ഓപ്പോസിറ്റ് വരും. ഉം, എപ്പോഴും ഞങ്ങളെ രണ്ടുപേരും കൂടെ ഒക്കെ ഓപ്പോസിറ്റ് ആയിട്ട് ഉം. ഇറക്കുമായിരുന്നു. അങ്ങനെ നല്ല നല്ല രസമായിരുന്നു. നമുക്കൊന്നും കിട്ടിയിട്ടോ അല്ലെങ്കിൽ നമുക്ക് വലിയ സമ്മാനം കിട്ടിയിട്ടോ ഒന്നുമല്ല. പക്ഷെ എന്തോ അങ്ങനെ അയ്യോ. ഓക്കെ. അത് ഇപ്പൊ ഇത്രയും വീടും ഇത്രയും ശരിക്കും നിങ്ങളുടെ ഒരു സെക്കൻഡ് ഹോം ആണിപ്പോ ആ, അല്ലേ? അതെ. അത്രയും ഇഷ്ടം നമ്മുടെ അങ്ങനെ വീട് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഇരിക്കുന്ന സമയത്ത് നമ്മുടെ വീട്ടിൽ തന്നെ ഉള്ള ഒരാള് പെട്ടെന്ന് സുധിച്ചേട്ടൻ ഇപ്പം നമ്മുടെ വീട്ടിൽ നിങ്ങൾ ഷൂട്ടൊക്കെ ഫിക്സ് ചെയ്തു എല്ലാം വെച്ചിരുന്ന സമയത്താണ് പെട്ടെന്ന് ഇത് അദ്ദേഹത്തിന്റെ മരണമൊക്കെ നിങ്ങൾ അറിയുന്നത്. അപ്പൊ കുറച്ച് സമയത്തേക്ക് നിങ്ങൾക്ക് ആ ഷൂട്ട് നിങ്ങൾക്ക് മാറ്റി വെക്കേണ്ടതായിട്ട് വന്നു. പക്ഷെ എന്നാലും ഇത് റെഗുലർ ആയിട്ട് നടക്കുന്ന ഒരു ഷോ ആണ്. നിങ്ങൾക്കൊരു ലിമിറ്റ് ഉണ്ട് മാറ്റി വെക്കുന്നതിന് അല്ലേ? അത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഷൂട്ട് തുടങ്ങിയേ പറ്റൂ. അനൂപ് തന്നെ പറഞ്ഞിട്ടുണ്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. നിറ കണ്ണുകളോടെയാണ് ഞങ്ങൾ ഷൂട്ട് പിന്നീട് വെച്ചതും. കാരണം ഇറ്റ് ഹാസ് ടു മൂവ് ഓൺ അല്ലേ? അതുകൊണ്ട് എല്ലാവരും വളരെ വേദനയോടുകൂടി ഞങ്ങൾ ആ സെറ്റ് കണ്ടിന്യൂ ചെയ്തു എന്നുള്ളത്. നമ്മുടെ വീട്ടിൽ നിങ്ങൾ പോയി വീട്ടിലെ ഒരു അംഗത്തെ നിങ്ങൾക്ക് അവിടെ മിസ് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ആ ഒരു ഫീൽ എന്ന് പറയണത് അത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. നമ്മള് എങ്ങനെ തുടങ്ങും? നമ്മള് ഫസ്റ്റിലൊക്കെ എല്ലാരും നിന്ന് കരയുമായിരുന്നു. നമ്മളെങ്ങനെ ആ ഫ്ലോറിൽ ഇങ്ങനെ നിന്നിട്ട് അപ്പുറത്ത് എപ്പോഴും നമ്മളിങ്ങനെ നോക്കുമ്പോ കണ്ടോണ്ടിരുന്ന ഒരാള് ഇല്ല. ഇല്ല. അപ്പം നമുക്ക് തുടങ്ങാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. എല്ലാരും കരച്ചിലായിരുന്നു. ലക്ഷ്മി ചേച്ചിയും എല്ലാ ആർട്ടിസ്റ്റുകളും അനുവേട്ടനൊക്കെ കുറേ നേരം നമ്മളോട് എല്ലാരും അനുവേട്ടൻ ഭയങ്കര ബോൾഡായിട്ട് നിക്കാനൊക്കെ ഭയങ്കരമായിട്ട് ശ്രമിക്കുന്നുണ്ടായിരുന്നു. നമ്മളോട് സംസാരിക്കുമ്പോൾ നമുക്കറിയാം. എല്ലാരെയും റൗണ്ടിൽ നിർത്തി കുറച്ച് നേരം നമുക്ക് എന്തായാലും വേറെ നിവൃത്തിയില്ല. നമുക്ക് പോണം. ചിരിപ്പിക്കാൻ ശ്രമിക്കുക. മറ്റുള്ളവരെ ചിരിപ്പിക്കാൻ ശ്രമിക്കുക. ഇങ്ങനെ പറഞ്ഞ് നമുക്ക് ഫണ്ണ് വേണം. ഫണ്ണിന് വേണ്ടിയിട്ട്. പക്ഷേ ഇടയ്ക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും ഒന്ന് സ്റ്റോപ്പ് ആവും. ഡൗൺ ആവും. എല്ലാരും ഡൗൺ ആവും. പിന്നെയും നമ്മള് എങ്ങനെയെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ എന്ത് ചെയ്യാനാ എന്ത് പറയാനാ എങ്ങനെ ചിരിപ്പിക്കാനാ നമ്മുടെ മൈൻഡില്. എന്നിട്ടും കയ്യിന്നൊക്കെ കുറേ പ്രാവശ്യം കയ്യിന്ന് പോയി പോയി പോയിട്ടാണ് എടുക്കാനൊക്കെ നോക്കുന്നത്. എല്ലാവരും ഇങ്ങനെ ഒരു നിക്കല്ലാതെ കരയരുത് കരയരുത് നമ്മളിങ്ങനെ നിക്കണം നിക്കണം. നമ്മളൊക്കെ അങ്ങനെ നിക്കുവാണ്. ഇവര് കൗണ്ടർ പറയാനായിട്ട് ചേട്ടന്മാര് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അതെത്ര പറഞ്ഞാലും നമുക്കത് എങ്ങനെ അത് അന്നത്തെ ഒരു ദിവസം അങ്ങനെ പോയി എന്നറിയത്തില്ല. കുറച്ച് ദിവസം ഗ്യാപ്പ് എടുത്തു. ഉം. ഗ്യാപ്പ് എടുത്തിട്ട് ശരിയാവാൻ നോക്കി. പക്ഷെ ആ ഫ്ലോറിലോട്ട് വീണ്ടും ചെന്ന് കഴിഞ്ഞപ്പോ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അനുവേട്ടൻ ഇങ്ങനെ എല്ലാവർക്കും ഭയങ്കര സപ്പോർട്ട് കൊടുത്ത് ബോൾഡായിട്ട് നിൽക്കുന്ന പോലെ ആ മനുഷ്യൻ ഇങ്ങനെ നിൽക്കുകയൊക്കെ ചെയ്ത് കുറേ സംസാരിക്കുകയൊക്കെ ചെയ്തു. പറഞ്ഞൊക്കെ തന്നു. പക്ഷെ ഇടയ്ക്കിടയ്ക്ക് കയ്യിന്ന് പോവും. പിന്നെ അന്ന് എങ്ങനെയെങ്കിലും ഇതൊന്ന് തീർത്താ മതി. 3 എപ്പിസോഡ് തീർക്കണം. എങ്ങനെയെങ്കിലും കാരണം തീർത്താ അതെ. മതീന്നും പറഞ്ഞ് നിക്കാണ്. ഉം. നമ്മളൊക്കെ ഗെയിമൊക്കെ കളിക്കുമ്പോ അപ്പൊ ഒന്നും നമുക്കൊരു സ്പിരിറ്റോ അങ്ങനെയൊന്നും ഇല്ല. ഗെയിമൊക്കെ കളിക്കാൻ നേരത്ത് അങ്ങനെയൊന്നും ഇല്ല. മൊത്തം ഡൗൺ ആയിരുന്നു. അപ്പൊ അതൊക്കെ ഷോയിനെ ബാധിച്ചിട്ടുണ്ടാവും അല്ലേ? പിന്നെ ആൾക്കാർക്ക് അറിയാം ഉം. നമ്മളെങ്ങനെ ചെയ്താലും അക്സെപ്റ്റ് ചെയ്ത കുറേ ഓഡിയൻസ് ഉണ്ട്. അത് എത്ര നന്ദി പറഞ്ഞാലും നമുക്ക് മതിയാവില്ല. നമുക്ക് എന്ത് പറ്റിയപ്പോഴായാലും ഷോ ചില സമയത്ത് റേറ്റിംഗ് കുറയുന്ന സമയത്തായാലും പക്ഷെ അതൊക്കെ അനുവേട്ടൻ്റെ വലിയൊരു കഴിവാണ് കേട്ടോ. ആ ഷോയെ അങ്ങനെ കയറ്റിയെടുത്ത് എങ്ങനെ തിരിച്ചും മറിച്ചും തിരിച്ചും മറിച്ചും ചിലപ്പോൾ ഡൗൺ ആവും, ചിലപ്പോൾ കയറി വരും. അത്രേ ഉള്ളൂ. പക്ഷെ ആ മനുഷ്യൻ നല്ലോണം ഹാർഡ് വർക്ക് ചെയ്ത് സൂപ്പറായിട്ട് ആ ഒരു ഷോയെ അങ്ങനെ കൊണ്ടുപോയി. എത്ര എത്ര വ്യൂസ് ആയിരുന്നു. കുറെ പേർക്ക് അങ്ങനെ ഇഷ്ടമില്ലായിരുന്നു. ഇങ്ങനെ ചളിയാന്ന് പറയും, അല്ലെ ബോഡി ഷേമിങ്ങാന്ന് പറയും. പക്ഷെ അതൊന്നും അങ്ങനെ ബോഡി ഷെയിം ആയിട്ടോ അങ്ങനെ പറയുന്നതല്ല. ജസ്റ്റ് ഒരു കോമഡി ആയിട്ടൊക്കെ ഉം. പറഞ്ഞ് നമ്മുടെ ബിൻചേട്ടനൊക്കെ ആയിരുന്നു ഒത്തിരി ഉം. ഇതായി വന്നത്. വിഷമം ഒത്തിരി ഉണ്ടാക്കിയതൊക്കെ ആയിരുന്നു. പക്ഷെ ഒരു വലിയ കലാകാരനാണ്, നല്ലൊരു കലാകാരനാണ്, അസാധ്യ പാട്ടുകാരനാണ് ബിൻചേട്ടനൊക്കെ. എനിക്കറിയാം. ഉം. ഉം. അപ്പോ എല്ലാവരും ശ്രമിച്ചത് എല്ലാരും കുറ്റം പറഞ്ഞാലും ഇതൊക്കെ പറഞ്ഞാലും എല്ലാരും ശ്രമിച്ചുകൊണ്ടിരുന്നത് ചിരിപ്പിക്കാൻ മാത്രമാണ്. നിങ്ങൾ മറ്റുള്ളവരെ ചിരിപ്പിക്കാൻ നോക്കിയിരുന്ന ഒരു സമയങ്ങളിൽ നിങ്ങളുടെ മനസ്സ് ഉരുകുമായിരുന്നു അല്ലേ? തീർച്ചയായിട്ടും. നിങ്ങൾ ആ ഒരു ഇതിൽ നിങ്ങളുടെ മനസ്സിന്റെ ആ ഒരു ഇത് വേറൊരു എന്താ പറയാ മാസ്ക് ഇട്ട് തന്നെയായിരുന്നു നിങ്ങൾ അവിടെ അഭിനയിച്ച് പ്രോഗ്രാമിന് വേണ്ടിയിട്ട് ഫോഴ്സ്ഫുള്ളി നിങ്ങൾ അവിടെ ചിരിക്കുകയും ചിരിപ്പിക്കാൻ നോക്കുകയും ഒക്കെ ചെയ്യുന്ന ആ ഒരു ഫേസും നിങ്ങൾ അതിലൂടെ പോയിട്ടുണ്ട് അതെ. അല്ലേ? നമ്മളിങ്ങനെ ഇടയ്ക്ക് വരുമ്പോഴത്തേക്കും എന്തെങ്കിലും ഇതാകുമ്പോഴത്തേക്കും കണ്ണീര് ഒപ്പി 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 ഉം. ഒപ്പി അങ്ങനെ നിന്നിട്ടുണ്ട്. എല്ലാവരും അങ്ങനെ നിന്നിട്ടുണ്ട്. അതെ, മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ ആ ഒരു പെയിൻ. കാരണം ഇപ്പൊ ഐഷു പറഞ്ഞു വെച്ച് നോക്കിയപ്പോൾ നിങ്ങൾ എല്ലാവരും തമ്മിലുണ്ടായിരുന്ന ഒരു ബോണ്ടിങ്, നിങ്ങൾ എല്ലാവരും തമ്മിലുള്ള ആ ഒരു ബന്ധത്തിന്റെ ഒരു എത്ര സ്ട്രോങ് ആയിട്ടുള്ള ഒരു റിലേഷൻ ആയിരുന്നു. പെട്ടെന്ന് ഒരാളെ മിസ് ചെയ്യാന്ന് പറയുമ്പോൾ അത് ഭയങ്കര പെയിൻഫുൾ ആയിട്ടുള്ള ഒരു അതെ കാര്യം. അതെ.
അതിലൂടെ സുധിച്ചേട്ടനെ പറയുമ്പോൾ നമുക്ക് രേണുവിന്റെ കാര്യം കൂടെ പറയാണ്ടിരിക്കാൻ പറ്റില്ല. കാരണം എല്ലാവരും രേണുവിനെ തുടക്കത്തിൽ അറിയുമ്പോൾ തന്നെ സ്റ്റാർ മാജിക്കിലെ സുധിയുടെ ഭാര്യ എന്നുള്ള രീതിയിലാണല്ലോ രേണുവിന് എല്ലാരും പറഞ്ഞുകൊണ്ടിരുന്നത്, അഡ്രസ്സ് ചെയ്തുകൊണ്ടിരുന്നത്. ഇടയില് ഒരു സ്റ്റേജില് ഒന്ന് രണ്ടെണ്ണത്തില് രേണു വന്ന് അവിടെ അഭിനയിച്ചിട്ടുണ്ട് അല്ലേ? അഭിനയി അഭിനയിച്ചതല്ല, അത് സുധിച്ചേട്ടന്റെ കൂടെ ആ, വന്ന് കൂടെ വന്ന് എന്തോ ഒരെണ്ണം അല്ല എന്തോ ചെയ്തിട്ടുണ്ട്. ആ അത് ഞാൻ എന്തോ അത് ഞാൻ കറക്റ്റ് ഓർക്കുന്നില്ല. അവിടെ ഫ്ലോറിൽ ഫാമിലിയെ കൊണ്ടുവരുന്ന ഒരു റൗണ്ടിൽ. ആ, ഓക്കെ. റൗണ്ട് അല്ല, അങ്ങനെ ഓ സർപ്രൈസ് കൊടുത്ത പോലെ ആണെന്ന് തോന്നുന്നു, അങ്ങനെ വന്നിട്ടുണ്ട്. ഓ ഉം. ഓക്കെ. ഇപ്പൊ രേണുവിന്റെ ഓരോന്നും കാണുന്നുണ്ടല്ലോ. രേണു എത്രത്തോളം എന്താ പറയാ, എത്ര സ്ട്രോങ് ആയിട്ട് ഇപ്പൊ വന്നുകൊണ്ടിരിക്കുകയാണ്. എത്രയൊക്കെ ഉം, പ്രശ്നങ്ങളിലൂടെയാണ് ഓരോന്നും രേണു ഇങ്ങനെ വന്നു നിൽക്കുന്നത്. ഈ ഒരു രേണുവിന്റെ ആ ഒരു ഗ്രോത്തും അല്ലെങ്കിൽ ആ ഒരു രേണു ഫേസ് ചെയ്യണ ഓരോന്നും ഒക്കെ കാണുമ്പോൾ കാണാറുണ്ടല്ലോ ഉം. എത്രയൊക്കെ വിമർശനങ്ങൾ എവിടുന്നൊക്കെയാണ് ഓരോ രീതിയിലും. ഐശ്വര്യ എന്താ അത് തോന്നാറുള്ളത്? അതിപ്പോ നമ്മള് ഇപ്പം അവരുടെ ഒരു പേഴ്സണൽ കാര്യം അങ്ങനെ പറയാൻ നമ്മൾ ആരുമല്ല. പക്ഷെ ആഹ് അത്ര വർഷങ്ങളായിട്ട് നമ്മള് കാണുന്ന ആളുകള് തന്നെയാണ്. പിന്നെ ഇപ്പൊ എനിക്കൊക്കെ ഒരു നെഗറ്റീവ് കമന്റ് ഒരു ഇതൊക്കെ വന്നു കഴിഞ്ഞാൽ അവിടെ ഞാൻ വീണു. അയ്യോ അയ്യോ തീർന്നു, ആ, അവിടെ തീർന്നു, ഞാനൊക്കെ അങ്ങനെയാണ്. ഉം, പക്ഷെ ഇത്രയും നെഗറ്റീവ് ഇതൊക്കെ വന്നിട്ടും അങ്ങനെ വീണു. ബോൾഡായിട്ട് അങ്ങനെ സ്ട്രോങ് നിൽക്കുന്ന ആയിട്ട് നിൽക്കാണ്. അതൊരു വലിയ കാര്യം തന്നെയാണ്. ഉം, എന്നെ കൊണ്ടൊന്നും അങ്ങനെ അങ്ങനെ പറ്റില്ല. നിക്കത്തില്ല, പറ്റത്തില്ല. എനിക്ക് ഉം, അങ്ങനെ നെഗറ്റീവ് ഒക്കെ വന്നു കഴിഞ്ഞാൽ ഞാൻ അവിടെ തളരും. പക്ഷെ അങ്ങനെ നിക്കരുത് എന്നാണ് പറയുക എല്ലാരും. ഉം, അങ്ങനെ നിക്കാൻ പാടില്ല, ഉം, ബോൾഡ് ആവണം, ഉം, അങ്ങനെയൊക്കെയാണ് പറയുന്നത്. എനിക്കറിയില്ല, ഉം. അങ്ങനെ അധികം നെഗറ്റീവ് അങ്ങനെയൊന്നും വന്നിട്ടില്ല. ആ, ഓക്കെ. പിന്നെ അവളുടെ ലൈഫാണ്, അതെങ്ങനെയാണെന്ന് രേണു തീരുമാനിച്ച് അങ്ങനെ അങ്ങ് പോകുന്നു. നിങ്ങളിപ്പോ കാണാറുണ്ടോ? ഇല്ല, ഞാൻ വെഡിങ്ങിന് എന്റെ മാരേജിന്റെ ടൈമിന് വിളിച്ചിരുന്നു. വന്നിരുന്നു. ഓ. വന്നില്ല, വിളിച്ചിരുന്നു. ഓ. പിന്നെ പിന്നെ അങ്ങനെ കണ്ടിട്ടില്ല. കണ്ടിട്ടില്ല. ഓക്കെ. ഈ സ്റ്റാർ മാജിക്കിലാണെങ്കിലും നമ്മൾ കാണുന്ന അനു ഉണ്ടല്ലോ. അതിലൂടെ നിങ്ങൾ ഫുൾ അത് പിന്നെ സ്ക്രിപ്റ്റഡ് ആയിട്ടുള്ള ഒരു ഷോയും കാര്യങ്ങളൊക്കെയാണ്. ബിഗ് ബോസിൽ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും അനുവിനെ നമ്മൾ വേറൊരു ഇതിൽ കണ്ടു. അപ്പൊ എല്ലാവരും പറയുന്നുണ്ടായിരുന്നു അനു ബിഗ് ബോസിൽ വന്നപ്പോഴും ഇവിടെ അഭിനയിക്കുകയാണ്. ഫുൾ ഡ്രമാറ്റിക് ആണ്. അവിടെ ഫുൾ സീരിയലിൽ അഭിനയിക്കുന്ന പോലെ അഭിനയിക്കുന്നു. ഐശ്വൻ ഇത്ര നന്നായിട്ട് അടുത്തറിയുന്ന ഒരാളും കൂടെ അല്ലേ? ആ ഐശ്വൻ എന്താ അത് കണ്ടപ്പോഴൊക്കെ തോന്നിയത്? എനിക്ക് അവള് എന്താ സ്റ്റാർ മാജിക്കിൽ വരുന്നതിന് മുന്നേ തൊട്ടേ അറിയാം. അറിയാം. സീരിയലിലൊക്കെ ഒരുമിച്ച് നമ്മൾ ചെയ്തിട്ടുണ്ട്. ഉം. അപ്പം എപ്പോഴും കരയുന്ന ഒരാള് തന്നെയായിരുന്നു. ഉം. എപ്പോഴും എന്ത് പറഞ്ഞാലും കരയുന്ന ഒരാള് തന്നെയായിരുന്നു. അപ്പൊ നമ്മള് സ്ഥിരം കൊറേ കണ്ടിട്ടുണ്ട്. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഉം. എല്ലാവരും കരയുന്നത് നമ്മള് കണ്ടിട്ടുണ്ട്. ഉം. കരയുന്നത് കണ്ടിട്ടുണ്ട്, ചിരിക്കുന്നത് കണ്ടിട്ടുണ്ട്, ദേഷ്യപ്പെടുന്നത് എല്ലാം കണ്ടിട്ടുണ്ട്. ഉം. അപ്പൊ നമുക്കത് വലിയ പുതുമയൊന്നും അങ്ങനെ ആയിരുന്നില്ല. ഉം. അവള് എപ്പോഴും കരയുന്നതാണ്. ഉം. ഇപ്പം ഞാനായാലും പെട്ടെന്ന് കരയുന്ന ഒരാളാണ്. ഉം. ആം, അങ്ങനെ അതുകൊണ്ട് നമുക്ക് ഇപ്പൊ ബിഗ് ബോസിൽ ചെന്നിട്ട് പിന്നെ ആദ്യമേ അവള് പിടിച്ചു നിക്കുവോ, ഉം. പിടിച്ചു നിക്കാൻ പറ്റുമോ എന്നൊക്കെ നമ്മളെല്ലാരും ഇങ്ങനെ ഉം. ആലോചിച്ചായിരുന്നു. പക്ഷെ അവള് പിടിച്ചു നിന്നു. ഉം. അതൊരു വലിയൊരു കാര്യം തന്നെയാണ്. അപ്പൊ അത്രയും ഒരു ആ, അത് അച്ചീവ് ചെയ്തത് വലിയൊരു കാര്യമാണ്. അപ്പൊ ഇങ്ങനെ നിങ്ങളെ സ്റ്റാർ മാജിക്കിനെ റെപ്രസെന്റ് ചെയ്തിട്ടാണല്ലോ അനു അവിടെ പോയത് തന്നെ. ഉം. അപ്പൊ പോകുന്നതിന് മുമ്പേ നിങ്ങളെ എല്ലാരും കൊടുത്ത ടിപ്സോ കാര്യങ്ങളോ അല്ലെങ്കിൽ അനു നീ ശ്രദ്ധിക്കണം ഇങ്ങനെ കരയരുത് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ നിങ്ങൾ ഇവിടുന്ന് പറഞ്ഞു വിട്ടിരുന്നോ? ഇല്ല ഇല്ല, ഞാൻ അവിടെ ആയിരുന്നപ്പം അവള് പോകുന്ന കാര്യം അങ്ങനെ അറിയില്ലായിരുന്നു. ഓ. അത് എനിക്ക് അറിയത്തില്ലായിരുന്നു. ഇത് വന്നപ്പോഴാണ് നമ്മൾ അറിയുന്നത്. അറിയണേ. അത് ഞാൻ അറിഞ്ഞിട്ടില്ല. ഓ. അപ്പം ഇത് ടിവിയില് എന്താ നമ്മള് ഈ റീൽസ് ഒക്കെ കാണുമ്പോഴാണ് അറിഞ്ഞത്. അനു ഉണ്ടെന്നുള്ള കാര്യം അറിഞ്ഞത്. അതെനിക്ക് അറിയത്തില്ലായിരുന്നു. ഓക്കെ. ഞാൻ അവിടെ ആയതുകൊണ്ട് ഉം. അങ്ങനെ ആയി. അപ്പൊ ഈ ബിഗ് ബോസ് കണ്ടപ്പോഴേ ഇപ്പുറത്തെ സൈഡിലെ അനുവിന്റെ എല്ലാം ഇതും കാണുന്ന ഒരാൾക്ക് ഇതൊന്നും കണ്ടപ്പോ ഒന്നും പുത്തിരിയായിട്ട് തോന്നിയിട്ടില്ലല്ലോ. പക്ഷെ എന്നാലും ബിഗ് ബോസിലെ അനുവിന്റെ ഏതെങ്കിലും ഒരു ആക്ട് കൊള്ളാലോ അല്ലെങ്കിൽ ഇത് അനു തന്നെയാണോ ഇങ്ങനെ ചെയ്യണത് അങ്ങനെ ഏതെങ്കിലും ഒരു രീതിയിൽ ഐശ്വര്യ തോന്നിയിട്ടുണ്ടോ? ഇല്ല, 7-8 വർഷമായിട്ട് കണ്ടോണ്ടിരിക്കുമ്പോ ആ, അവള് എങ്ങനെയാ എന്താ ഏതാന്ന് നമുക്ക് എല്ലാവർക്കും നല്ലപോലെ അറിയാം. അറിയാം. അപ്പൊ നമുക്ക് അങ്ങനെ ഇത് അവളുടെ ഒരു നമ്പർ ആണെന്ന് തോന്നിയിട്ടുണ്ടോ? നമ്പറാണെന്ന് നമ്പറാണെന്നും അങ്ങനെ ഞാന് റീൽസാണ് കൂടുതലും ഇത് കണ്ടിരിക്കുന്നത്. കണ്ടോണ്ടിരുന്നത്. ആ. അവിടെ ടൈമിംഗ് ഒക്കെ ഡിഫറൻസ് ആണ്. ഉം. അപ്പൊ നമുക്കൊന്നും അങ്ങനെ എപ്പിസോഡുകളൊന്നും കണ്ടിട്ടില്ല. കണ്ടിട്ടില്ല. ഉം. പിന്നെ റീൽസാണ് കാണുന്നത്. അപ്പൊ നമുക്ക് ഇതിലേതാ നമ്മൾ കമന്റ്സ് നോക്കും. ഇതിലേതാ ശരി, ഏതാ ആ. ആരുടെ ഭാഗത്താ മിസ്റ്റേക്ക് എന്ന് നോക്കും. അങ്ങനെ നോക്കുമ്പോഴാണ് ഇവളുടെ ഭാഗത്താണോ അത് ഓപ്പോസിറ്റ് ഉള്ള ആളുടെ ആണോ എന്ന് കമന്റ്സ് നോക്കുമ്പോഴാണ് ചിലപ്പോൾ മനസ്സിലാവുന്നത്. ആ. ആ ഒരു പോർഷൻ അല്ലേ നമ്മൾ കാണുന്നുള്ളൂ. ഉം.
അപ്പം ഈ ബിഗ് ബോസിന്റെ റീൽസ് കണ്ടോണ്ടിരുന്ന സമയത്തും ലാസ്റ്റ് ഒക്കെ ആയപ്പോഴത്തേക്ക് പലരും അനീഷായിരിക്കും വിൻ ചെയ്യുന്നുണ്ടാവുക, അനു ആയിരിക്കും വിൻ ചെയ്യുന്നുണ്ടാവുക. ഇങ്ങനെയൊക്കെ മൊത്തത്തിൽ ചർച്ച ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പൊ ഐഷുവും അത് അവിടെ ഇരുന്നാലും ഇതൊക്കെ അറിയുന്നുണ്ടാവണം. അപ്പൊ ഐഷുവിന് തോന്നിയിരുന്നോ ഇത് എന്റെ അനു തന്നെ ഈ ഇതിൽ വിൻ ചെയ്യും? നമ്മുടെ കൂടെ ഇത്ര നാളും ഉണ്ടായിരുന്ന ഒരാളല്ലേ, ആ, അപ്പൊ തീർച്ചയായിട്ടും നമ്മൾ വിചാരിക്കും അവൾക്ക് തന്നെ കപ്പ് കിട്ടിയിരുന്നെ കൊള്ളായിരുന്നു എന്ന് നമ്മള് എന്തായാലും വിചാരിക്കും. വിചാരിക്കും. അതെ. അപ്പൊ അങ്ങനെ വിചാരിച്ചിട്ടുണ്ട്. കിട്ടിയിരുന്നെ നല്ലതായിരുന്നു ഉം. എന്ന് വിചാരിച്ചിട്ടുണ്ട്. ഓക്കെ. അങ്ങനെ നമ്മള് ഇപ്പം ഇതറിയുന്നത് നമ്മള് റീൽസ് ഇതൊക്കെ കാണുമ്പോഴാണ് അവൾക്ക് തന്നെയാണ്, അല്ലെങ്കിൽ എന്താ ആരുടെയെങ്കിലും സ്റ്റോറി വിൻ ചെയ്തു എന്നുള്ള സ്റ്റോറി കാണുമ്പോഴാണ് അവൾക്ക് കിട്ടിയെന്നുള്ളത് അറിയുന്നത്. അറിയുന്നത്. ഓക്കെ. ഇത്തരത്തിലുള്ളൊരു ഈ ബിഗ് ബോസിൽ ഇനി ഐഷുവിനെ വിളിച്ച ഐഷു പോവോ? അങ്ങനെ ഞാൻ ഇതുവരെ ചിന്തിച്ചിട്ടില്ല. ഏയ് അത് ചുമ്മാ. അല്ല, എന്തായാലും അതിനുള്ള ഒരു ആ, കപ്പാസിറ്റി ഒക്കെ ഉണ്ടോന്ന് എനിക്ക് അറിയില്ല ശരിക്കും. അതെന്താ അനുമോളെ പോലെ തന്നെ സ്റ്റാർ മാജിക്കിൽ ഈക്വലി നല്ല സ്ട്രോങ് ആയിട്ട് നിന്ന ഐഷുവിന് അനുമോൾക്ക് അവിടെ പോയിട്ട് വിൻ ചെയ്ത് വരാമെങ്കിൽ ഐഷുവിനും തീർച്ചയായിട്ടും അതിനുള്ള ഒരു കപ്പാസിറ്റി ഇല്ലേ? അവൾ ഈ ഇടയ്ക്ക് കണ്ടപ്പോ പറഞ്ഞു, എന്റെ പൊന്നൈഷു നിന്നെ കൊണ്ടൊന്നും പറ്റത്തില്ല, അവിടെ ഒന്നും പോയേക്കല്ലേ, നിന്നെ കൊണ്ടും പറ്റത്തില്ല എന്നൊക്കെ അവൾ എന്നോട് ഇപ്പൊ കണ്ടപ്പോ പറഞ്ഞു. ആണോ? അത് പറഞ്ഞു, നിന്നെ കൊണ്ടൊന്നും നടക്കത്തില്ല ഐഷു അങ്ങനെ പറഞ്ഞു. അതെന്തുകൊണ്ടായിരിക്കും അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവുക? അവൾ അത്രയും അവിടെ ഇങ്ങനെ എല്ലാവരും ഭയങ്കരമായിട്ട് സ്ട്രഗിൾ ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോം അല്ലേ. ഉം, എത്രയാന്ന് പറഞ്ഞാല് മെന്റലി നമ്മൾ, പിന്നെ നോബിചേട്ടൻ പറയാറുണ്ട്, ഉം, ഷിയാസൊക്കെ പറയാറുണ്ട്. ഉം. അപ്പൊ അവരൊക്കെ പറയുന്നത് അയ്യോ അവിടെ നിക്കാൻ വലിയ പാടാ എന്നുള്ള ഇത് തന്നെയാണ് അവരെല്ലാരും പറയുന്നത്. പറഞ്ഞിട്ടുള്ളേ. അപ്പൊ ഐഷുവിനെ വിളിച്ച ഐഷു പോവില്ല? അങ്ങനെ ചോദിച്ചാല് ഇത് അങ്ങനെയൊന്നും ഞാൻ പ്ലാൻ ചിന്തിച്ചിട്ടില്ല. ചെയ്തിട്ടില്ല. അപ്പൊ നോയും അല്ല യെസും അല്ല. Yes അല്ല. അപ്പൊ ചെലപ്പോ പോവാ അല്ലേ? ചിലപ്പോ അപ്പൊ അല്ലേ? പോണോ വേണ്ടയോ അങ്ങനെ അറിയത്തില്ല. ചിലപ്പോ ഞാൻ ഇങ്ങനെയാണ്, അയ്യോ ഇല്ലേ ഞാനില്ലേ ആ, ആ. ഇല്ലേ. അത് പിന്നെ ഗെയിംസ് ഒക്കെ കാണുമ്പോ നല്ല രസമുണ്ട്. രസാണ്. ഒന്ന് കൊള്ളാം. പോയിട്ടൊന്ന് ഒന്ന് പോയി എക്സ്പീരിയൻസ് ചെയ്യാ എക്സ്പീരിയൻസ് ചെയ്യാം എന്നുണ്ട്. എന്നുള്ളതും ഉണ്ട്. പിന്നെ അയ്യോ ഞാനില്ലേ അങ്ങനെയും തോന്നും. അങ്ങനെ ആ, വിചാരിക്കും. ഓക്കെ. അപ്പൊ എന്തായാലും ഒന്ന് പോയി കുറച്ച് ദിവസം നിന്ന് കഴിഞ്ഞിട്ട് ഈ ഒരു എന്താണ് ഇപ്പൊ എക്സ്പീരിയൻസ് ചെയ്തിട്ട് വരാലോ. അപ്പൊ എന്താന്ന് മനസ്സിലാവുമല്ലോ. പക്ഷേ എനിക്കിപ്പോ അങ്ങനെ പോണെങ്കിൽ ഇത്രയും ദിവസം മാറി നിക്കണെങ്കിൽ ഉം, എനിക്ക് അവിടെ ഡാൻസ് ക്ലാസ് ഉണ്ട്, ഉം, ഓൺലൈനായിട്ട് ക്ലാസ് എടുക്കുന്നുണ്ട്, ഡാൻസ് ക്ലാസ് ഉണ്ട്, ഇത്രയും കുഞ്ഞുങ്ങൾ അവിടെ ഉണ്ട്. അപ്പം അതൊക്കെ ഇട്ടിട്ട് ഇത്രയും ദിവസം മാറി നിൽക്കാനൊക്കെ പറ്റുമോ എന്നുള്ളതൊന്നും അറിയത്തില്ല. അപ്പം ഉം. അവിടെ എനിക്ക് എപ്പോഴും ഡാൻസ് ആണ് എൻ്റെ മെയിൻ, എപ്പോഴും ഭയങ്കര ഇഷ്ടമുള്ളതും. ആ, എനിക്ക് ഒരുപാട് ഡാൻസ് പ്രോഗ്രാം ചെയ്യണം എന്നാണ്. അപ്പൊ അതൊക്കെ അമ്മയുടെ അച്ഛൻ്റെ ആഗ്രഹമാണ് കേട്ടോ, ആ, ഡാൻസ് പ്രോഗ്രാംസ് ചെയ്യുക, ആ, അല്ലെങ്കിൽ കുഞ്ഞുങ്ങളുടെ ഒരു ഡാൻസ് പ്രോഗ്രാം വെക്കുക. ഉം, അതൊക്കെ അവരും ഭയങ്കര ആഗ്രഹമാണ്. അപ്പം പിന്നെ ഓൺലൈൻ ആയിട്ടുള്ള കുഞ്ഞുങ്ങളെയൊക്കെ വെച്ചിട്ട് ഒരു ഡാൻസ് പ്രോഗ്രാം ഇവിടെ ചെയ്യുക, അതൊക്കെ വലിയ ആഗ്രഹമാണ്. ഉം, അപ്പൊ അങ്ങനെ നിൽക്കുമ്പോൾ നമ്മളും അതെല്ലാം വിട്ടിട്ട് കുറെ ഇതൊക്കെ ആക്കിയിട്ട് വേണമല്ലോ ഇങ്ങോട്ട് വരാനായിട്ട്. ഉം, അപ്പം ഇത്രയും ദിവസം നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് മാറി നിൽക്കേണ്ടോണ്ടാണ്. ഉം. അങ്ങനെയൊന്നും ഞാൻ ഇതുവരെ പ്ലാൻ ചെയ്തിട്ടില്ല, ചെയ്തിട്ടില്ല. ചിന്തിച്ചിട്ടില്ല. ബിഗ് ബോസിന് തന്നെ വിളിക്കുവോ അങ്ങനെയൊന്നും ഞാൻ ചിന്തിച്ചിട്ടേ അല്ല ഇല്ല. അതൊക്കെ വിളിക്കുമ്പോ നമുക്ക് എന്തെങ്കിലുമൊക്കെ ടെമ്പററി അറേഞ്ച്മെന്റ് എല്ലാം ഒക്കെ ചെയ്തിട്ട് ഒന്ന് അവിടെ പോയി ഒരു മാസം ചേച്ചിയുടെ നിന്ന് ആഗ്രഹം എന്താണ്, ഞാൻ പോണോ വേണ്ടയോ? പോയിട്ട് വാ. അതൊന്ന് എക്സ്പീരിയൻസ് ചെയ്തിട്ട് വാ. കാരണം ചേച്ചി പോവാൻ ഇഷ്ടാണോ? ഇല്ല ഇല്ല. എനിക്ക് പറ്റിയ സ്ഥലമല്ല. അല്ല ഓക്കെ. അതൊന്നും. അപ്പൊ എന്തായാലും പോയിട്ട് ഒരു മാസം നിന്ന് ഉം. അതൊക്കെ എൻജോയ് ചെയ്തിട്ട് വരും. അയ്യോ. എന്തായാലും അതവിടെ നിക്കട്ടെ. ഓക്കെ. അങ്ങനെ സ്റ്റാർ മാജിക് അത് കഴിഞ്ഞ് കുറേ നാളുകളൊക്കെ നിങ്ങൾ അത് കഴിഞ്ഞ് പിന്നെയും ആഘോഷിച്ചു, രസിച്ചു ഇതൊക്കെ കഴിഞ്ഞ് പെട്ടെന്നൊരു ദിവസം ആ പ്രോഗ്രാം അങ്ങനെ നിങ്ങളുടെ മനസ്സിൽ പോലും ഇല്ല 7.5 കൊല്ലമൊക്കെ ആയിട്ട് പോകുമ്പോഴേ ഇതിങ്ങനെ നിൽക്കും പ്രോഗ്രാം സ്റ്റോപ്പ് ആവും. എന്തായാലും ഒരു പ്രോഗ്രാമിന് ഒരു ലൈഫ് ഉണ്ടല്ലേ? പക്ഷെ അത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇനി മുതൽ സ്റ്റാർ മാജിക് ഇല്ല, നിൽക്കുന്നു എന്ന് പറയുമ്പോൾ ഇത് ഭയങ്കര പെയിൻഫുൾ ആയിരുന്നു. കോഴ്സ് ഞാൻ അവിടെ നിൽക്കുമ്പോഴാണ്, ഞാൻ ഖത്തറിലുള്ള മാരേജ് കഴിഞ്ഞ് ഖത്തറിലുള്ളപ്പോഴാണ് ഇത് അയ്യോ ഇനി ഇല്ല എന്നുള്ളത് ഞാൻ അറിയുന്നത്. ഉം. ഇല്ലേ, പിന്നെ ആർട്ടിസ്റ്റുകളൊക്കെ അവര് എങ്ങനെ നമ്മള് ഒരു പ്രോഗ്രാം അത് ചെയ്തുകൊണ്ടിരുന്ന ഒരുപാട് പേരുണ്ട്, അതെ. അതെന്താണ് പെട്ടെന്ന് നിർത്തിയത് എന്നുള്ളൊരു ഷോക്ക് നമുക്ക് എല്ലാവർക്കും ഉം. ഉണ്ടായിരുന്നു. പക്ഷേ ഇത്രയും ഒരു കാലാവധി ഉള്ളത് കൊണ്ടാവാം അങ്ങനെ നിന്നത്. പക്ഷെ ഒരുപാട് പേരുടെ എന്താ ഒരുപാട് ഫാമിലീസിന്റെ ഒരു ഇതായിരുന്നു. അപ്പം അങ്ങനെ നിന്നപ്പോ ആർട്ടിസ്റ്റുകളൊക്കെ ആയാലും എല്ലാവർക്കും ഒരു വിഷമം തീർച്ചയായിട്ടും ഉണ്ട്. ഞാൻ അവിടെ ഇരുന്ന് എനിക്ക് എന്ത് വിഷമം, ഭയങ്കര വിഷമം വന്നു. ഇങ്ങനെ ഒരു കാര്യം നിന്നു ഇല്ലാന്ന് അറിഞ്ഞപ്പോ. അത് വിഷമം തന്നെയാണ് വിഷമം തന്നെയാണ് ഇപ്പഴും. അല്ലേ? അല്ലെങ്കിൽ എനിക്ക് വല്ലപ്പോഴും നാട്ടിൽ വരുമ്പോഴൊക്കെ ആയാലും പോയി ജോയിൻ ഓടിച്ചെല്ല്. ചെയ്യുകയൊക്കെ ചെയ്യായിരുന്നു. അപ്പൊ അത് കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞിട്ടും അത് ചെയ്യുന്നുണ്ടായിരുന്നില്ലേ? ചെയ്തു. അല്ലേ? കല്യാണം അപ്പൊ കഴിഞ്ഞിട്ട് എങ്ങനെയാ ചെയ്തു. അതിന്റെ അകത്ത് ഫ്രീക്വന്റ് ആയിട്ട് അപ്പൊ ഖത്തറിന്ന് തന്നെ വരുവായിരുന്നോ? അല്ലല്ല. കല്യാണം കഴിഞ്ഞാൽ പെട്ടെന്ന് പോയില്ല. ഓ ഇവിടെ പെട്ടെന്ന് നമുക്ക് നാട്ടിലുണ്ടായിരുന്നോ വിസ ഐഷു? ഇതെല്ലാം ഓക്കെ ആവണ്ടേ. ഉം. അതെല്ലാം ആയിട്ടാണ്
പോയത്. കല്യാണം കഴിഞ്ഞ് കുറച്ച് നാള് നാട്ടിലുണ്ടായിരുന്നു. ഓ കല്യാണം കഴിഞ്ഞ് അവര് കുറച്ച് നാള് നിന്നിട്ട് അവര് പോയി. ഉം, ഓഫീസില് ജോയിൻ ഉം. ചെയ്തു. എനിക്ക് പിന്നെ ഞാൻ ഇത് ചെയ്തപ്പം ഞാൻ ഇവിടെ നിന്ന് ചെയ്തു. പിന്നെ ഓക്കെ. ഇതായപ്പോഴത്തേക്കും അങ്ങോട്ട് പോയി. അങ്ങോട്ട് പോയി കഴിഞ്ഞ് പിന്നെ ഇങ്ങോട്ട് സ്റ്റാർ മാജിക്കിൽ ചെയ്യാൻ ഇല്ല, അവിടെ എത്തിക്കഴിഞ്ഞ് കുറച്ച് നാള് കഴിഞ്ഞപ്പോഴത്തേക്കും സ്റ്റോപ്പായി. സ്റ്റോപ്പായി നിന്നു. ഓക്കെ. അപ്പൊ അത് അവിടെ ഇരുന്ന് ഞാൻ എല്ലാ എപ്പിസോഡും കാണുമായിരുന്നു. എല്ലാവരും എങ്ങനെയായിരുന്നു ഇതൊക്കെ കാണുമായിരുന്നു. ഇതിനിടയില് ഒരു എന്താ പറയാ ഒരു സീരിയൽ ആക്ടറിന്റെ കല്യാണം എല്ലാവരും ആഘോഷിച്ച പോലെ അല്ലെങ്കിൽ ഇത്രയധികം വൈറലായിട്ടുണ്ടോ എന്ന് തന്നെ അറിയില്ല. കാരണം ഐഷുവിന്റെ ഓരോ മൂവ്മെന്റും ഐഷു ഇങ്ങനെ ചെയ്യുന്നു, ഐഷു അങ്ങനെ ചെയ്യുന്നു, ഐഷു ഇത് ചെയ്യുന്നു. ഭയങ്കര അപ്ഡേറ്റ്സും കാര്യങ്ങളുമായിരുന്നു. ഒരു വലിയൊരു സ്റ്റാറിന്റെ കൊണ്ടാടുന്ന പോലെ. ആഫ്റ്റർ ഓൾ ഐഷു ഒരു സ്റ്റാർ തന്നെയാണ്. പക്ഷെ എന്നിരുന്നാൽ പോലും ഐഷുവിന് തന്നെ തോന്നിയിട്ടില്ലേ ഭയങ്കര അധികം വൈറലായിരുന്നു കല്യാണവും കാര്യങ്ങളും അത് എല്ലാം. നമുക്ക് വളരെ അത്രയും നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ല. ഉം, അത്രയും ഒരു ട്രെൻഡിങ്ങോ അല്ലെങ്കിൽ ഭയങ്കര വൈറലാവുന്നൊന്നും നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ല. എന്റെ കല്യാണത്തിന് മുന്നേ 2 ഫംഗ്ഷൻ എനിക്കുണ്ടായിരുന്നു. ഉം. ഹൽദി ഉണ്ടായിരുന്നു, പിന്നെ നമ്മുടെ മൈലാഞ്ചിരിയിൽ ചടങ്ങുണ്ടായിരുന്നു. ആ, തലേദിവസം അങ്ങനെ 2 ചടങ്ങുണ്ടായി. ഉം, ഇതൊക്കെ നമ്മൾ ഭയങ്കര സീക്രട്ട് ആയിട്ട് വെച്ചിട്ടാണ് നടത്തിയത്. എന്ന് ഉം, വെച്ചാൽ നമ്മള് അത്രയും പബ്ലിഷ് ഒന്നും ആക്കാതെ നമ്മുടെ ഫാമിലി മാത്രമൊക്കെ വെച്ചിട്ടാണ് നടത്തിയത്. ഉം. പക്ഷെ എങ്ങനെ ഇത്രയും ആൾക്കാർ അവിടെ എത്തിപ്പെട്ടെന്നുള്ളത് മീൻസ് ആ ഒരു സ്പോട്ടില് ആ, എത്രയും മീഡിയാസ് എങ്ങനെ വന്നെന്നുള്ളത് ഒരു ഒരു പിടിയില്ല. പിടിയില്ല. ഇല്ല, എങ്ങനെ ഇപ്പം ഓക്കെ കല്യാണം ഉണ്ടെന്ന് അറിയുന്നത് ഓക്കെ, ഓ, അതിപ്പം ഹൽദിയുടെ കുറച്ച് ഫോട്ടോസ് ഒക്കെ വരുമ്പോഴത്തേക്കും ഓക്കെ ഉം. അറിഞ്ഞു. പക്ഷെ ഈ ഒരു സ്പോട്ട് അറിയുക കറക്റ്റ് ടൈമില് ഇതൊക്കെ എങ്ങനെ എത്തും? ആരോ കൂടെ നിന്ന് ഒരാള് പണി കൊടുത്ത്. അറിയില്ല, അത് നമുക്കറിയില്ല. ആ, പക്ഷെ ഇങ്ങനെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും ഭയങ്കര, സത്യം പറഞ്ഞാൽ ഭയങ്കര സന്തോഷം ഉണ്ടായിരുന്നു. ആ ഒരു ഉം, കല്യാണം കഴിഞ്ഞപ്പോ ഒത്തിരി പോസിറ്റീവ് കമന്റ്സ് ആണ് ആ. വന്നത്. മൊത്തം ഇത് കാണുമ്പോഴത്തേക്കും ഭയങ്കര ആനന്ദം. അതെ. അതെ അതെ, എല്ലാം കൊണ്ടും ഇപ്പം പോസിറ്റീവ് എല്ലാം കൊണ്ടും നല്ല കമന്റ്സും കാര്യങ്ങളും വന്നു. ഉം. എല്ലാവരുടെ അനുഗ്രഹവും പ്രാർത്ഥന ഉണ്ടായത് നമുക്ക് ആ കമന്റ്സ് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. ആ. അത് കാണുമ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു. അത് അപ് ഭയങ്ക ഇത്രയും വൈറൽ ആവുന്നൊന്നും ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. അതുപോലെ ഇത്രയും മീഡിയാസ് വരും, ഇത്രയും വൈറൽ ആവും, അങ്ങനെ നമ്മൾ ചിന്തിച്ചിട്ടേ ഇല്ല. കുറച്ച് പേരൊക്കെ എവിടുന്നെങ്കിലൊക്കെ വന്നാൽ ഉം, എങ്ങനെയൊക്കെ ഉണ്ടാവും. അപ്പൊ നമ്മൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് സ്പേസ് ഒക്കെ ഉം, മാറ്റിയിട്ടേക്കാന്നുള്ളത് ഒക്കെ ഇവന്റ് ഒക്കെ പറഞ്ഞിരുന്നു, ഉം, ഇങ്ങനെ ഇത്രയും മാറ്റിയിട്ടേക്കാന്ന്. ഉം. പക്ഷെ പിന്നെ എന്റെ ആൾക്കാർക്കൊന്നും കല്യാണം കാണാൻ പറ്റില്ലെന്നാണ് ഞാൻ അറിഞ്ഞത്. കറക്റ്റ്. കുറച്ചു പേർക്കൊന്നും ഫുഡ് പോലും കഴിക്കാൻ പറ്റാതെ പോകാൻ ആ പറ്റി. ഓ, ആ അവസ്ഥയിലേക്ക് വന്നോ? ഫുഡൊന്നും കുറെ പേർക്കൊന്നും കിട്ടിയിട്ടില്ല. എന്ന് വെച്ചാൽ ഓ. കഴിക്കാതെ അത്ര തിരക്കായിരുന്നു. ഫുഡില്ലാഞ്ഞിട്ടല്ല, ഉം. തിരക്ക് കാരണം അങ്ങോട്ട് അടുക്കാൻ പറ്റാഞ്ഞിട്ട് ഓ. അങ്ങനെ ഒരു ഇതൊക്കെ അപ്പൊ വന്നു. ഈ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ നിന്നൊന്നും ഉള്ള ആളല്ല ഹസ്ബൻഡ് അർജുൻ അല്ല അല്ലേ? അല്ല. അപ്പൊ അർജുൻ ഇത് കാണുകയും പെട്ടെന്ന് ഇങ്ങനെ കാരണം ഇൻവൈറ്റഡ് അല്ലല്ലോ ഇത്ര വിചാരിക്കുന്നുമില്ലല്ലോ ഇത്ര മീഡിയ വരും ആ. ഇങ്ങനെ ക്രൗഡ് കയറും എന്നൊക്കെ. അപ്പൊ ഇതൊക്കെ കണ്ടപ്പം അർജുന്റെ വീട്ടുകാർക്കും അത് പെട്ടെന്ന് അത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ ആയിരുന്നോ? ആ, ചേട്ടൻ ആദ്യമേ ഇത്ര മീഡിയാസ് ഇങ്ങനെ നമ്മൾ ഇറങ്ങി വന്ന് അവിടെ രണ്ടുപേരും കൂടെ കാറ് പാർക്ക് ചെയ്ത് അവിടെ ഇരുന്നു. ആ, ഓഡിറ്റോറിയത്തിന്റെ ഫ്രണ്ട് മുഹൂർത്തം ആകുമ്പം ഒരാള് പോയി, ചെക്കൻ പോയി കഴിഞ്ഞിട്ട് പെണ്ണ് പെണ്ണ് പോകുന്ന പോലെ. ആ, അന്നേരം നമ്മുടെ കാറ് ചുറ്റും വളഞ്ഞ് കുറേ മീഡിയാസ്. അന്നേരം ഞാൻ ആക്ച്വലി ഈ ഹൽദിക്കായാലും ഒന്നിലായാലും റിവീൽ ചെയ്തിട്ടില്ലായിരുന്നു ഉം, ആരാണെന്നുള്ളത്. ഓക്കെ. റിവീൽ ചെയ്തിട്ടില്ലായിരുന്നു. ആ, അപ്പൊ എല്ലാവർക്കും പിന്നെ ചേട്ടൻ ആരാണെന്ന് അറിയാനായിട്ടുള്ള ഒരു ക്യൂരിയോസിറ്റി അങ്ങനെയുണ്ട്. അന്ന് ഞാൻ വ്ളോഗൊക്കെ ഇതെടുക്കുന്നുണ്ടായിരുന്നു. അപ്പൊ എന്റെ വ്ളോഗിലൂടെ ചേട്ടനെ കാണണമെന്നായിരുന്നു എന്റെ ആഗ്രഹം. ആ. പക്ഷെ നടന്നില്ല. ആരും അനുവദിച്ചില്ല. എന്നുവെച്ചാ എന്റെ ഹൽദിയുടെ പോയി, മൈലാഞ്ചി ഇടീലിന്റെ വ്ളോഗ് പോയി, അതൊക്കെ പോയി. ഉം. പക്ഷേ കല്യാണത്തിന്റെ വ്ളോഗിലൂടെ കാണണമെന്നായിരുന്നു. അന്നേരം എന്റെ വ്ളോഗ് ടീമിനെ പോലും കാണുന്നില്ല. കാണാനില്ല. പിന്നെ എന്റെ നമ്മുടെ ക്യാമറ ടീം ഉണ്ടല്ലോ, ആ, അല്ലാതെ വെഡിങ് ഫോട്ടോഗ്രാഫി, ഉം, അവരെയും കാണുന്നില്ല. ആ, ആരെയും എനിക്ക് കണ്ടു കിട്ടിയില്ല, മൊത്തം ഇവരായിരുന്നു. ആ. അപ്പം ഇത് കണ്ടപ്പോഴത്തേക്ക് ഇതെന്താണിത്, എന്നെ അപ്പുറത്തിരുന്ന് മെസ്സേജ് ചെയ്ത് കഴിഞ്ഞ് വിളിച്ച്, പക്ഷെ ഇവിടെ ഇതെന്താണ്, ഇത് എങ്ങനെ നമ്മൾ ഇറങ്ങി പോകും, എല്ലാരും ചോദിക്കും എന്ന്. ഞാൻ ഒന്നും മിണ്ടത്തില്ല, ഞാൻ ഓടാൻ പോവാന്നൊക്കെ പറഞ്ഞു. അപ്പം ആൾക്ക് ക്യാമറ ഇതായിട്ടൊരു യാതൊരു ബന്ധവുമില്ല. ബന്ധമില്ല. ഒരു അത് ഉം. അങ്ങനെയുള്ളൊരു കലാപരമായിട്ട് അങ്ങനെ ആ ഒരു ഫീൽഡിലോട്ടൊന്നും അങ്ങനെ ആ. ബന്ധമില്ല. അതെ അങ്ങനെയുള്ളവർക്കെ പെട്ടെന്ന് ഇങ്ങനെ കുറെ ക്യാമറകളൊക്കെ വരുമ്പത്തേക്ക് അതൊക്കെ ഉണ്ട്. പ്രൈവസി എത്രയായാലും നമുക്ക് ആ ബാധിക്കുമല്ലോ. അപ്പൊ അത് അവർക്ക് അതോടെ കുറച്ച് ഡിസപ്പോയിന്റ്മെന്റ് വരുവോ? ബുദ്ധിമുട്ട് ഇല്ല, വരുവോ? അങ്ങനെ ചേട്ടനൊരു ഇറിറ്റേഷനോ കാര്യങ്ങളോ ഒന്നും അങ്ങനെയൊന്നും വന്നില്ല. കാണിച്ചിട്ടില്ല. അങ്ങനെയൊന്നും, അതെല്ലാം മനസ്സിലാക്കാനായാലും ഓരോരുത്തരുടെ സൈഡും മനസ്സിലാക്കുക. ഇപ്പം എന്റെ അവസ്ഥ എന്താണ്, ഞാൻ അങ്ങനെ വരുമ്പോ എങ്ങനെയായിരിക്കും, അങ്ങനെയൊക്കെ നമ്മൾ ഒരുപാട് മനസ്സിലാക്കുന്ന ആളാണ്. പിന്നെ ഞാൻ ഈ ഒരു ഫീൽഡ് ആയപ്പോൾ തന്നെ അത് ഓൾറെഡി അറിയുന്ന കാര്യമാണ്.
ആണ്, ഇതാണ് നമ്മുടെ ഫീൽഡ്, ഉം. അപ്പം മീഡിയ ആണ്, ഇതൊക്കെ നേരത്തെ അറിയുന്ന കാര്യം തന്നെയാണ്. അപ്പം ഇത്രയും പ്രതീക്ഷിച്ചില്ലെങ്കിലും ഇങ്ങനെയൊക്കെ ഉണ്ടാവാന്ന്, പക്ഷെ അതുകൊണ്ട് നമുക്കൊരു ഇറിറ്റേഷനോ ഒരു ദേഷ്യമോ അങ്ങനെ ഒന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല. അങ്ങനെ ഉണ്ടായിട്ടില്ല. അതില്ല. ഞങ്ങളെല്ലാരും അറിഞ്ഞിരുന്നത് ഐഷുവിനെ കല്യാണം കഴിക്കുന്നത് ഹൈദരാബാദ്കാരനാണ്. ഹൈദരാബാദ് എന്നിട്ട് ഇപ്പൊ ദേ ഖത്തറിൽ പോയി സെറ്റിൽ ആയി. ഇങ്ങനത്തെ വിശേഷങ്ങളൊക്കെയാണ് ഞങ്ങൾ അറിഞ്ഞത്. പക്ഷെ ആക്ച്വലി അർജുൻ പത്തനംതിട്ടക്കാരനാണ്. പത്തനംതിട്ടയാണ്. ആ. പഠിച്ച് വളർന്നതും പഠിച്ച കുഞ്ഞിലേ മുതൽ ഹൈദരാബാദിലായിരുന്നു. അവിടെയാണ് പഠിച്ച് ഉം. ജോലി കിട്ടുന്ന വരെ അവിടെയായിരുന്നു. ഓ. അവിടുന്നാണ് ഖത്തറിലേക്ക് ഖത്തറിലേക്ക് പോയത്. പോയത്. ഓക്കെ. ഇപ്പൊ ഐഷു എന്ത് ചെയ്യണു? അപ്പൊ നിങ്ങൾ ഖത്തറിൽ ഒരുമിച്ചാണ് അവിടെ? ഒരുമിച്ചാണ്. ഓക്കെ. ഖത്തറിലാണ്. അർജുൻ എന്ത് ഫീൽഡിലാ? എഞ്ചിനീയർ ആണ്. ഓക്കെ. ഐഷു ഇപ്പൊ അവിടെ എന്ത് ചെയ്യണു? ഞാൻ അവിടെ ഡാൻസ് ക്ലാസ്സും ആ. അങ്ങനെയൊക്കെ ആയിട്ട് ഡാൻസ് ക്ലാസ്സും ഓൺലൈൻ ഡാൻസ് ക്ലാസ്സും പിന്നെ പ്രോഗ്രാംസ് അവിടെയും പ്രോഗ്രാം ഒക്കെ ഹ, ചെയ്യുന്നുണ്ട്. ചെയ്യുന്നുണ്ട്. ഇനാഗ്രേഷൻസ് ഖത്തറിൽ പോയി ഇനാഗ്രേഷൻസ് ചെയ്തു. ഉം. പിന്നെ കുറേ ഇങ്ങനെ ഗസ്റ്റ് ആയിട്ട് അങ്ങനെ പ്രോഗ്രാംസ്, ഉം. പിന്നെ ഡാൻസ് പ്രോഗ്രാം, അവിടെ കുറേ ഡാൻസ് പ്രോഗ്രാംസ് ഉണ്ട്. ആ. അതെല്ലാം ഞാനും എന്റെ കുട്ടികളും എല്ലാരും കൂടെ പോയി പോയി ചെയ്യുന്നുണ്ട്. ചെയ്യും. അപ്പൊ അവിടെ ഇപ്പൊ ടീച്ചറായി. അതെ, ഐഷു ടീച്ചറായി. ടീച്ചറായി ആ. അങ്ങനെ. ഇവിടെ ഉണ്ടായിരുന്നു, ആ. പക്ഷെ ഇപ്പൊ ഒന്നും കൂടെ ഇവിടുത്തെ കുറേ കുട്ടികളും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. ഇവിടെ ഒത്തിരി പ്രോഗ്രാംസ് ചെയ്യുന്നുണ്ടായിരുന്നു. കല്യാണത്തിന് മുന്നേ സ്റ്റാർ മാജിക് ഉള്ള ടൈമിലൊക്കെ ഒത്തിരി പ്രോഗ്രാംസ് ചെയ്യുന്നുണ്ടായിരുന്നു. ഉം. എന്റെ കുട്ടികളെ എല്ലാരെയും വെച്ചിട്ട് നമ്മൾ ട്രൂപ്പായിട്ടൊക്കെ ഓ, കുറെ ഇവിടെ ചെയ്യും. ഡാൻസ് പഠിപ്പിക്കുന്നുണ്ടായിരുന്നോ? ഉണ്ടായിരുന്നു, ഉണ്ടായിരുന്നു. ഓ, ആ, ഓക്കെ. ആ. ഉണ്ടായിരുന്നു. അപ്പൊ അത് കഴിഞ്ഞിട്ടാണ് പിന്നെ അങ്ങോട്ട് പോയി. അപ്പം ഡാൻസ് അല്ലേ, നമുക്ക് വിടാൻ പറ്റുമോ? ഇല്ല. നമ്മുടെ എല്ലാമല്ലേ, നമ്മുടെ അതെ. ജീവനല്ലേ. അതെ. അപ്പം എനിക്കത് മതിയായി, ഡാൻസ് മതിയായിരുന്നു. ഉം. അപ്പം അത് അങ്ങനെ അവിടെ സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ ഇപ്പൊ ഡാൻസിന്റെ ലോകത്തിലാണ് അവിടെ. അതെ, അതെ, അല്ലെ? അതെ. എല്ലാം ഇവിടെ തന്നെ ആയിരുന്നപ്പോഴും ഒരു യൂത്ത് ഫെസ്റ്റിവലിലും എല്ലാം ആക്റ്റീവ് ആയിരുന്നല്ലോ. അങ്ങനെ ഫുൾ ഒരു ഡാൻസ് തന്നെ ആയിട്ട് നിൽക്കുകയാണ്. ഇപ്പൊ അവിടെ ഡാൻസ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. അതെ. ഈ ടീച്ചർക്ക് അവിടെ എത്ര ഡാൻസ് പഠിപ്പിക്കുന്നുണ്ട്, അതാണ് എന്നൊക്കെ പറഞ്ഞാൽ പോലും ആ, കുഞ്ഞിലെ മുതൽ അച്ഛൻ ഇൻട്രൊഡ്യൂസ് ചെയ്ത് തന്ന ഈ ഒരു മീഡിയ, ആ. ഈ ഒരു ലോകം, ഇത് മിസ് ചെയ്യുന്നുണ്ടോ? ഓഫ് കോഴ്സ് ഉണ്ട്. ഉണ്ട്. ഉം. അത് നമുക്ക് മിസ്സാവും. ഉറപ്പായിട്ടും അല്ലേ? മിസ്സാവും. പിന്നെ തീർച്ചയായിട്ടും. നമുക്ക് ഒരു സ് ഇപ്പം എത്ര നാളായി സ്ക്രീനിൽ കണ്ടിട്ട് ആ. നമ്മളെ. അതെ. അതെ. അപ്പൊ ഞാൻ എന്റെ പഴയ എപ്പിസോഡുകളൊക്കെ നോക്കും. എടുത്തിരുന്ന് എടുത്ത് കണ്ടോണ്ടിരിക്കും. നോക്കും. എന്റെ പഴയ ഏതെങ്കിലും സീരിയലിന്റെ ഒക്കെ ഉണ്ടെങ്കിൽ നോക്കും. ഇല്ല സ്റ്റാർ മാജിക്കിന്റെ എപ്പിസോഡുകൾ ഞാൻ ഇടയ്ക്ക് കാണും. എടുത്തിരുന്ന് കാണും. ഇടയ്ക്ക് സ്റ്റാർ മാജിക്കിന്റെ എപ്പിസോഡ് കാണും. ഉം. എൻ്റെ അത് എന്റെ ഡാൻസ് ഒക്കെ. അപ്പൊ അത് കാണുമ്പോൾ ഞാൻ ഇങ്ങനെയായിരുന്നു ഞാൻ പെർഫോം ചെയ്തത്. തീർച്ചയായിട്ടും നമുക്ക് തോന്നും. മിസ് ചെയ്യുന്നു. അതൊരു വലിയ മിസ്സിംഗ് ആണ്. ഇനിയിപ്പോ ഇവിടുന്ന് വേറെ എന്തെങ്കിലും പുതിയ ഇതുപോലത്തെ ഓപ്പർച്യൂണിറ്റി വന്നാൽ അതൊരു യെസ് ആയിരിക്കോ? ഓഫ് കോഴ്സ്. ആണോ? അപ്പൊ അവിടുന്ന് വരാൻ പറ്റും. അവിടുന്ന് വന്ന് പോയൊക്കെ ചെയ്യാം. ചെയ്യാൻ. അതൊന്നും കുഴപ്പമില്ല. കുഴപ്പമില്ല. ഓക്കെ. വന്നും പോയൊക്കെ ചെയ്യാം. എന്തെങ്കിലും മീഡിയയില് ടിവി ഷോസോ അങ്ങനെ എന്തെങ്കിലുമൊക്കെയാണ് വന്നും പോയൊക്കെ ചെയ്യാം. ചെയ്യാം. ഓക്കെ. അപ്പൊ എന്തായാലും ഇതൊന്നും ചെയ്യാതെ അവിടെ തന്നെ അങ്ങ് ഇരുന്ന് പോയി കഴിഞ്ഞാൽ, ഒരു ഡാൻസ് ടീച്ചറായിട്ട് മാത്രം നിന്ന് പോയാൽ ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ വിഷമിക്കുന്നത് അച്ഛനായിരിക്കും. തീർച്ചയായിട്ടും, അല്ലേ? തീർച്ചയായിട്ടും. അച്ഛനും മകളെ എപ്പോഴും സ്ക്രീനിൽ, അത് മിനി സ്ക്രീൻ ആണെങ്കിലും ബിഗ് സ്ക്രീൻ ആണെങ്കിലും മോളെ അതിലൂടെ കാണാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയല്ലേ? അതെ, അതെ. അച്ഛൻ ഇപ്പം ഞാൻ അവിടെ ആയിരുന്ന സമയത്ത് ഇവിടെ അച്ഛൻ എന്തെങ്കിലും പ്രോഗ്രാംസ് ഒക്കെ കിട്ടുമോന്ന് നോക്കും. ആഹാ. ആ, അയ്യോ, ഇവിടെ അച്ഛൻ നോക്കും. എവിടെയെങ്കിലും അമ്പലങ്ങളില് ആ. പ്രോഗ്രാംസ്. ഇവിടെ ഇപ്പോഴും ഗ്രൂപ്പൊക്കെ ഉണ്ട്. ഉം. കുട്ടികളും ഒക്കെ ഉണ്ട്. എല്ലാം സെറ്റാണ്. ഇവിടെ ഒരു പ്രോഗ്രാം കിട്ടിയാൽ നമുക്ക് അവിടുന്ന് വന്ന് ഉറപ്പായിട്ടും ചെയ്യാം. ചെയ്യാം. എല്ലാം പ്രാക്ടീസ് ഒക്കെ ചെയ്ത് പ്ലാൻഡ് ആണ്. അപ്പൊ അച്ഛന് എടി ഇവിടെ ഒരു പ്രോഗ്രാം നമുക്ക് നോക്കിയാലോ, അല്ലെങ്കിൽ ഇന്ന എന്തെങ്കിലും ഒരു പ്രോഗ്രാം നോക്കിയാലോ, ഉം. അല്ലെ ടിവിയിൽ എന്തെങ്കിലും കിട്ടുമോ നോക്ക് ഉം. എന്നൊക്കെ പറയും. ഉം. ഞാൻ അങ്ങനെ പൊതുവെ ഒത്തിരി അങ്ങനെ ചോദിച്ച് മേടിക്കുന്ന ഒരാള് അല്ല. 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 പക്ഷേ മാക്സിമം എന്നെ അച്ഛൻ വിട്ട് ഭയങ്കരമായിട്ട് തള്ളും. എന്നെ ചോദിക്ക് എന്ന് കിട്ടുമെന്ന് ചോദിക്കും. ആഹാ. പക്ഷെ ഞാൻ അങ്ങനെ, എനിക്ക് എന്തോ അറിയില്ല. ആ. എനിക്ക് അങ്ങനെ അവർക്ക് എന്ത് തോന്നുന്നു, അവർക്ക് ഡിസ്റ്റർബൻസ് ആവും, അങ്ങനെ ഉള്ള വല്ലാത്തൊരു ഇൻഹിബിഷൻസ് ആണ്. ആ ചോദിക്കില്ല ആ അല്ലേ? അങ്ങനെ. പക്ഷെ കരയുന്ന കുട്ടിക്ക് പാലുള്ളൂ. അതെ. അങ്ങനെയുള്ളൂ. ആ. അപ്പം അങ്ങനെ ചോദിക്കാൻ എനിക്ക് ഭയങ്കര മടിയാണ്. ഉം. അത് വേറൊന്നും കൊണ്ട് ഒന്നും കൊണ്ടല്ല. നമ്മളൊരാൾക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ടോ, അല്ലെങ്കിൽ അവരുടെ മനസ്സിൽ വേറെ എന്തെങ്കിലും പ്ലാൻ ഉണ്ടായിട്ടുണ്ടെങ്കിൽ നമ്മളത് ചോദിച്ചിട്ട് ചോദിച്ചിട്ട് പിന്നെ ആ ഒരു വെറുതെ ബന്ധം അതാണ് ഒരു അങ്ങനെയൊക്കെ. വല്ലാത്തൊരു ഇൻഹിബിഷൻ ആ തോന്നുന്നത് അങ്ങനെ. അത് അങ്ങനെ അങ്ങനെ അപ്പൊ എനിക്ക് ചോദിക്കാൻ ഭയങ്കര മടിയാണ്. ബുദ്ധിമുട്ടാ. പക്ഷെ അച്ഛൻ ഇവിടെ നോക്കും. എന്തേലും ഒരു പ്രോഗ്രാം കിട്ടുമോ, അപ്പൊ ഇവിടെ വന്ന് ചെയ്യാലോ, അതെ. പോയി മറ്റോ ചെയ്യുകയൊക്കെ ചെയ്യാലോ, ഇപ്പോഴും നോക്കും. എന്താണ് ഐഷുവിന്റെ മുന്നോട്ടുള്ള, ഐഷു കാണുന്ന മുന്നിൽ കാണുന്ന ഫ്യൂച്ചർ പ്ലാൻസ് എന്തൊക്കെയാണ്? എല്ലാം നമ്മളങ്ങനെ വലിയ പ്ലാനൊന്നും അങ്ങനെ അല്ല. ഉം. നമുക്കൊരു ഇപ്പം ഒരു ചെറിയൊരു ഡാൻസ് ക്ലാസ് പോലെ നമ്മൾ അവിടെ ഉണ്ട്. ഉം. അത് നന്നായിട്ട് കൊണ്ടുപോവുക. അതിൽ ഒരുപാട് കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുക. ഉം. ഒരുപാട് എന്നിലറിയാവുന്ന ആ ഒരു കലയെ പകർന്നു കൊടുക്കുക. ഉം. അതാണ് എൻ്റെ ഒരു ഇപ്പോഴത്തെ ഒരു ആഗ്രഹം എന്ന് ഉം. പറഞ്ഞാൽ. പിന്നെ നമുക്ക് എനിക്ക് പെർഫോം ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. ഉം. എനിക്ക് ഡാൻസ് പെർഫോം ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം
അത് ചെയ്യാം. അവിടെ വേദികളില് വേദി എന്ന് പറഞ്ഞാൽ എനിക്ക് അവിടെ അങ്ങ് കേറി നിൽക്കുമ്പോൾ ഒരു ആനന്ദം. അയ്യോ! അത് നമുക്ക് എത്ര പറഞ്ഞാലും ഡാൻസ് ചെയ്യുന്ന സമയത്ത് അതെ. ഇവിടെയൊക്കെ ആയിരുന്നെങ്കിൽ നമുക്ക് ഉത്സവം വരുമ്പോഴത്തേക്കും ശ്ശോ, ഉത്സവം വരുമ്പോഴത്തേക്കും അവിടെ ഇരുന്ന് അങ്ങ് വിഷമമാണ്. ഇവിടെ ഏതെങ്കിലുമൊക്കെ നമ്മുടെ ചെയ്തിട്ടുള്ള അമ്പലങ്ങൾ അല്ലെങ്കിൽ അത്രയും അമ്പലങ്ങളൊക്കെ വരുമ്പോഴത്തേക്കും നമ്മൾ ഒത്തിരി ഉത്സവത്തിലൊക്കെ ഒരുപാട് ഡാൻസ് പ്രോഗ്രാം ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്കും അവിടെ ഇരുന്ന് അങ്ങ് വിഷമം വരും. മിസ് ചെയ്യും. അപ്പം നമ്മളെന്തായാലും ആ ഒരു മീഡിയ ഫീൽഡ് മിസ്സാവും. പക്ഷെ എന്നിരുന്നാലും മുന്നോട്ട് ദൈവം അനുഗ്രഹിച്ച് എന്തെങ്കിലും തന്നാൽ അവിടുന്ന് വന്നു പോയി ചെയ്യാനുള്ള ഒരു നമ്മുടെ എൻ്റെ കൂടെയുള്ളവർക്കും സപ്പോർട്ടീവാണ്. അതെ. ചേട്ടനായാലും അമ്മയായാലും എല്ലാവരും അതിനൊക്കെ ഭയങ്കര സപ്പോർട്ടാണ്. പോയി ചെയ്തോ. ആ ഒരു മൈൻഡാണ്. ഓ, ഗ്രേറ്റ്. അതൊരു ഭയങ്കര അനുഗ്രഹം തന്നെയാണ്. അപ്പം ഇവിടെയും കുറെ പേര് സപ്പോർട്ട് ചെയ്യാൻ അവിടെയും സപ്പോർട്ട് ചെയ്യാൻ ഇനി എന്തേലൊക്കെ ഒന്ന് വേണം, വന്നാ വന്നാ മതി. മതി. ഇവിടെ എല്ലാരും സപ്പോർട്ട് ചെയ്യാനായിട്ട് നിൽക്കുന്നുണ്ട്. അതെ. ഓപ്പർച്യൂണിറ്റി ഒന്ന് വന്നു കഴിഞ്ഞാൽ അതെ. എല്ലാം ഒന്ന് ലോക്ക് ചെയ്യാമായിരുന്നു അല്ലേ? അതെ. എന്തായാലും അതേപോലെ തന്നെ ഐഷന്റെ അച്ഛനും നിങ്ങളെ കുടുംബത്തിലുള്ള എല്ലാവരും ആഗ്രഹിക്കുന്ന പോലത്തെ ഒരുപാട് നല്ല നല്ല ഓപ്പർച്യൂണിറ്റികൾ ഐഷുവിനെ തേടി എത്തട്ടെ. ഈ ഒരു വർഷം തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. അതെ, അതെ. അപ്പൊ ഇനിയുള്ള ആ ഒരു യാത്രയിൽ തീർച്ചയായിട്ടും ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യാൻ പറ്റട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു. താങ്ക് യു ഐഷു. താങ്ക് യു താങ്ക് യു സോ സോ മച്ച്. താങ്ക് യു. മച്ച്.